ശബ്ദം ഓഡിബിൾ ആണ് കേൾക്കാമോ? പ്രൈസ് ഗോഡ്. ഹൗ ബ്യൂട്ടിഫുൾ വർഷിപ്പ് അനുഭവിപ്പാൻ നമുക്കിടയായല്ലോ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറത്തേക്കുള്ള ഒരു സന്തോഷം ഈ ഭൂമിയിലില്ല, ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളെ സഭയിൽ നിന്ന് പ്രിയ ജോ സിസ്റ്റർ, ഹസ്ബൻഡ് പ്രിയ ദേവദാസൻ റെജി ഞങ്ങൾക്ക് വേണ്ടി വചനം ഷെയർ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു വേർഡ് പറയാനിടയായി. വർഷിപ്പ് is the key password to unlock all the heavenly provision. നമുക്ക് കർത്താവിൽ നിന്ന് എല്ലാ ഹെവൻലി പ്രൊവിഷൻസിനെ റിലീസ് ചെയ്ത് തരുന്ന ഒരു പാസ്വേഡാണ്, അൺലോക്ക് ചെയ്ത് തരുന്ന ഒരു പാസ്വേഡാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, കാണാത്ത വാതിലുകള്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികള്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകള്, ഇതുവരെ കാണാത്ത തരത്തിലുള്ള സൗഖ്യങ്ങള് നമ്മുടെ ഇടയിൽ വെളിപ്പെടും. കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാര് അവരുടെ സൈന്യവുമായിട്ട്, ഞാൻ വിശ്വസിക്കുന്നു, ബറ്റാലിയൻ ഓഫ് ഏഞ്ചൽസ് നമുക്ക് വേണ്ടി ഡിസൈൻ ഡൗൺ ഫ്രം ദ ഹെവൻ, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ തന്നെ ആകുന്നു, അതെനിക്ക് ഉറപ്പുണ്ട്, അല്ലെ? താങ്ക് ഗോഡ്. പ്രിയ ജൈറ പ്രയർ ഗ്രൂപ്പ് മിനിസ്ട്രി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോയ് സിസ്റ്ററെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ട് പോലും ഇല്ല, ജസ്റ്റ് ആ സൂം മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ഷീജ സിസ്റ്റർ പോസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഒത്തിരി മീറ്റിങ്ങുകൾ പ്രിയ സിസ്റ്റർ മുഖാന്തരം ഞാൻ കയറുവാനിട വന്നിട്ടുണ്ട്. ഷീജ സിസ്റ്റർ സൂം മീറ്റിങ്ങുകളിൽ ഒത്തിരി ഞാൻ വചനം ഷെയർ ചെയ്യുവാനിട വന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പ്രിയ സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പ്രിയ ദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കർത്താവിന്റെ പ്രിഷ്യസ് ആയിട്ടുള്ള പ്രീസ്റ്റ്ഹുഡ് ആൻഡ് കിങ്ലി അനോയിന്റിംഗിൽ നടക്കുന്ന ജനത്തിന്റെ മുന്നിലാണ്. അതുകൊണ്ട് ഞാൻ എന്നേക്കാൾ കൂടുതൽ ബഹുമാനവും സ്നേഹവും ഞാൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ ഡിവൈസിനും ഞാൻ കാണുന്നു. ബിക്കോസ് യു ആർ ദ പ്രീസ്റ്റ്ഹുഡ്. കർത്താവിന്റെ രാജകീയ പുരോഹിത വർഗം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന 57 ഡിവൈസും ഇൻക്ലൂഡിങ് ഞാനും അതിൽ ഉൾപ്പെടുന്നു. നമ്മളെല്ലാവരും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്, ദൈവത്താൽ അനോയിന്റ് ചെയ്യപ്പെട്ടവരാ. ദൈവത്തിന്റെ വില ചെയ്യുന്ന ഒത്തിരി ദേവദാസന്മാർ, ഇതില് പലരെയും പേര് ഞാൻ കാണുന്നു, ഇവാഞ്ചലിസ്റ്റിനെയും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ആരെയും എനിക്ക് പരിചയമില്ല. എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്റെയും എൻ്റെ മിനിസ്ട്രിയുടെയും എൻ്റെ കുടുംബത്തിന്റെയും പേരിൽ പ്രത്യേകം വന്ദനം ചൊല്ലുക. ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ജോബ് ഈ ഭൂമിയിലില്ല, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഷൈനി സുജിത്. ഇപ്പൊ വർഷിപ്പ് ചെയ്തിരുന്ന എൻ്റെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് കൂടെയാണ് ജോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ആരാധനയും എല്ലാം ഞങ്ങൾ അനുഭവിച്ചു വരുന്നു, ദൈവ സാന്നിധ്യം അനുഭവിച്ചു വരുന്നു. പ്രൈസ് ഗോഡ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങള് താമസിക്കുന്ന വീട് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് കിങ് റിവൈവൽസ് ചർച്ച്, നോബൽ പി തോമസ് എന്ന് പറയുന്ന ദേവദാസിന്റെ സഭയിലാണ് ഞാൻ നാട്ടിലായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എങ്ങനെ പലരും പറയും കർത്താവിനെ അറിയണമെങ്കിൽ നമ്മൾ സുവിശേഷം പറയണമെന്നല്ലേ. പക്ഷെ ദൈവം ആത്മാവാകുന്നു എന്ന് ഞാൻ എൻ്റെ ടെസ്റ്റിമണിയിലൂടെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. ബിക്കോസ് ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് ആളുകളോ സർക്കംസ്റ്റാൻസോ ബൗണ്ടറിയോ എന്താ പറയാ, അതിന് ഒരു തരത്തിലുള്ള ബൗണ്ടറി അതിന് ബാധിക്കത്തില്ല. കർത്താവിന് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അത് കർത്താവിന്റെ ആത്മാവ് പുറപ്പെട്ട് ചെന്ന് അവരിൽ ആ ക്രിയ ചെയ്ത് തിരിച്ചു വരും. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പുറപ്പെട്ട് ചെന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്ത് തിരിച്ചു വരുന്നു? പ്രൈസ് ഗോഡ്. ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു വചനമുണ്ട്, നമുക്കറിയാലോ. ലെഗ്യോൻ ഭൂതം ബാധിച്ച് ഒരു ദേശം മുഴുവൻ ഭയാനകമായ അവസ്ഥയിൽ, ഒരു മനുഷ്യന് മാത്രമല്ലായിരുന്നു പ്രശ്നം, അല്ലെ? ആ ദേശം മുഴുവൻ ഭയാനകമായിരുന്നു.
അവിടെ ഒരു കുഞ്ഞുങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നോ? ഇല്ല. ആ ദേശത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടുള്ള ഒരു ദേശാന്തര സ്പിരിറ്റ് എന്ന് ഞാൻ പറയും ലെഗ്യോനെ. കാരണം എന്താ? അത് ഒരാളെ പ്രശ്നമല്ലായിരുന്നു, ഒരു ദേശത്തെ മുഴുവൻ ഭയത്തിലും ഭീതിയിലും ആക്കിയ ഒരു സ്പിരിറ്റ്. ആ സ്പിരിറ്റ് യേശുവിനെ വിളിച്ചോ? യേശുവെ ഒന്ന് വാ, എന്നെ ഒന്ന് വരണേ, എന്നെ ഒന്ന് കാണണേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണേ എന്ന് യേശുവിനോട് പറഞ്ഞോ? ഇല്ല. ദൈവം ദൂരത്തു നിന്ന്, ഗദര ദേശത്തിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ദൂരത്തു നിന്ന് മനസ്സിലാക്കി, ആരും അറിയാത്ത സ്ഥലത്ത് കാട്ടിനുള്ളിലെ മലകളിലെ ഗുഹകളിൽ പാർത്തിരുന്ന ഒരു ഭൂതഗ്രസ്തനായ ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് തേടി വന്ന് എന്ത് ചെയ്തു? അവിടെ വന്നേച്ച് ദൈവം ആ വ്യക്തിയെ വിടുവിച്ചു, അല്ലെ? ആ സ്ഥലത്തേക്ക് കാല് ചവിട്ടിയ സമയത്ത് ലെഗ്യോൻ ഭൂതം ബാധിച്ച വ്യക്തി ചോദിക്കുക, എന്തിനിവിടേക്ക് കയറി വന്നു? ആര് വന്നു? എങ്ങനെ? എങ്ങനെ വന്നു? സമയത്തിന് മുന്നേ എന്നെ അപഹരിച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ എന്തിനാ വന്നിരിക്കുന്നത്? കാരണം ആ വ്യക്തിയുടെ പെർമിഷൻ ഇല്ലായിരുന്നു. ആ വ്യക്തിയുടെ യാതൊരുവിധ അനുവാദമോ പ്രാർത്ഥനയോ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വിശുദ്ധിയോ ഒന്നും ബാധകമല്ല കർത്താവിനെ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. അവിടെ പുറപ്പെട്ട് ചെന്ന് ആ വ്യക്തിയെ തല മുതൽ ഉള്ളങ്കാൽ മുതൽ തലമുടി വരെ ശുദ്ധി ചെയ്ത് ആ വ്യക്തിയിൽ നിന്ന് എല്ലാ ദുരാത്മാവ് വിട്ടുപോയി. ആ വ്യക്തി എന്ത് ചെയ്തു? എന്നെ അനുഗമിക്കാമോ എന്ന് പറയത്തക്കവണ്ണം ആ വ്യക്തി എന്ത് ചെയ്തു? ദൈവം വിടുവിച്ചു. പ്രൈസ് ഗോഡ്. ആ ഒരു വചനം വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, ഒരു മനുഷ്യന്റെ പെർമിഷനും വേണ്ട ദൈവത്തിന് പ്രവർത്തിക്കാൻ. ഏതവസ്ഥയിലും ഒരു വ്യക്തി ഭ്രാന്തായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ എന്താ? ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുവിനെ കുറിച്ച് അറിയോ? വകതിരിവുണ്ടോ? സുബോധമുണ്ടോ? ഇല്ല. ഒന്നുമില്ലാതെ കർത്താവ് എന്തെന്നറിയോ? ആരെന്നറിയോ? ഇല്ലേ? നമ്മൾ ഇന്ന് പലരെയും പറയും, അവരെ പ്രാർത്ഥിക്കുന്നില്ല, അവര് എന്ത് ചെയ്യുന്നില്ല, വചനം വായിക്കുന്നില്ല, അവര് ചർച്ചിൽ പോകുന്നില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ, ദൈവം ഒരാളെ വിടുവിക്കണം എന്ന് വെച്ചാൽ അത് പുറപ്പെട്ടു ചെന്ന് അനുവാദമില്ലാതെ പ്രവർത്തിക്കും. നമ്മുടെ അനുവാദം അതിന് ആവശ്യമില്ല. അനുവാദമില്ലാതെ നമ്മിൽ നിന്ന് പുറപ്പെട്ട് ചെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി തികച്ചു തിരിച്ചു വരും. പ്രൈസ് ഗോഡ്. എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ വിചാരിച്ചു, ഞാൻ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് വന്നത്. എനിക്ക് ഒരു കുഴപ്പവും അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവ് എന്നെ തേടി വന്നത്. ഞാൻ നന്നായി പഠിക്കുമായിരുന്നു. സ്കൂളിലൊക്കെ നല്ല ഹയസ്റ്റ് ടോപ്പസ്റ്റ് മാർക്കോട് കൂടി പാസ്സായതാ. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്റെ ടെസ്റ്റിമണി പറഞ്ഞേച്ച് ഞാൻ വചനത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. വചനത്തിന് ശക്തിയുണ്ട്. താങ്ക് യു ലോർഡ്. ആ സമയത്ത് എനിക്ക് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമായിരുന്നു ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തില്. സോ ഞാൻ എഞ്ചിനീയറിംഗ് +2 കഴിഞ്ഞു. എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട് എന്റെ കോളേജിലേക്ക്. ഇപ്പൊ രാവിലെ 7 മണിക്ക് കയറി എന്നാൽ പ്രത്യേകിച്ച് നല്ല സമയം അല്ലെ. ഇന്നത്തെ പോലെ മൊബൈൽ ഉണ്ടോ അന്ന്? നമുക്ക് പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പൊ അന്ന് എന്റെ കയ്യിൽ മൊബൈൽ ഇല്ല. ഇന്ന് മൊബൈൽ ഉള്ളത് കൊണ്ട് ബസ്സിൽ കയറി 2 മണിക്കൂർ തീരുന്നത് നമ്മൾ അറിയത്തില്ല അല്ലെ. പക്ഷെ അന്ന് ഇല്ല, മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബസ്സിൽ കയറിയിരുന്ന നമ്മൾ എന്താ ചെയ്യാ? ചുറ്റുവട്ടത്ത് റോഡ് സൈഡിലുള്ള നോക്കും, പുറത്ത് ഉള്ള പോസ്റ്ററുകൾ നോക്കും, ഒട്ടിച്ച ചിത്രങ്ങൾ നോക്കും. ഇതൊക്കെയാണല്ലോ നമ്മളെ ഹോബി. പുതിയ കടകളുണ്ടേ നോക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. സോ ഞാൻ കോളേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഞങ്ങളെ കോളേജിലേക്ക് പോകുന്ന ആ റോഡിന്റെ സൈഡിൽ ഒരു CSI ചർച്ച് ഉണ്ടായിരുന്നു. CSI ചർച്ചിന് വലിയൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഏകദേശം കുറേ ദൂരം ആ ചുമരിന്മേല് ഈ വചന പുസ്തകത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഹൃദയസ്പർശിയായിട്ടുള്ള വചനങ്ങൾ അതിനകത്ത് ആ ചുമരിൽ എഴുതി വെച്ചത് ഞാൻ കാണാനിടയായി. സോ എനിക്കത് വായിച്ചപ്പോ എന്റെ ഉള്ളത്ത് തൊട്ടു.
ആ വചനം വായിച്ച സമയത്ത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിനക്ക് ദാഹിക്കുന്നുവെങ്കിൽ ചോദിക്കുക, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ കൂടാതെ ആരും നിത്യജീവൻ പ്രാപിക്കത്തില്ല. പിന്നെ എന്താ, അങ്ങനെ ഒരുപാട് ചെറിയ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു, ഇത്ര എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഇത്ര സമീപസ്ഥനായ ദൈവമേ വേറെ ഏതുള്ളൂ. ഇങ്ങനെ ഒത്തിരി വചനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നും ഞാൻ ആദ്യം 2 പ്രാവശ്യം വായിക്കും, പിന്നെ ഡെയിലി എൻ്റെ യാത്രകളിൽ ഇതെനിക്കൊരു ഹാബിറ്റായി. ഞാൻ ഒരു ദിവസം ഒരു വചനത്തിന്റെ ഒരു 5 വചനം, നമുക്ക് ബസ് പാസ് ചെയ്ത് പോകുമ്പോൾ ഫുൾ വേർഡ് വായിക്കാൻ പറ്റത്തില്ലല്ലോ, ഇല്ല അല്ലെ? അപ്പം ഞാൻ അടുത്ത ദിവസം ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെക്കും, ഈ സ്ഥലം വരെയാണ് ഞാൻ വായിച്ചത്, റോഡിലെ മതിലിന് മേലെയാണ്. അടുത്ത ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആ +2 കഴിഞ്ഞ ഏജില് അടുത്ത ദിവസം ഞാൻ ആ സ്ഥലത്തുമ്പോ ഞാൻ അതിന് ബാലൻസ് വായിക്കും. പിന്നെ ഇതെല്ലാ ദിവസവും ഞാൻ വായിക്കും. അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ തല ഈ മതിലിലേക്ക് പോകും, ഈ വചനം ഇങ്ങനെ വായിക്കാനിടയായി. പക്ഷെ ഇത് വായിക്കുമ്പോ തന്നെ ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അന്ന് അനുഭവിച്ചതൊന്നും എനിക്ക് അതിനെ അപഗ്രഥിക്കാനൊന്നും അന്ന് അറിയത്തില്ല. ഞാൻ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ജനിച്ച കുട്ടിയാ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഈ വചനം എന്നോട് തിരിച്ചു സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലേക്ക് കയറിയ വചനം എന്നോട് തിരിച്ചിടപെടാൻ തുടങ്ങി. ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം വന്നു, ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം എനിക്ക് വായിക്കണം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എന്തൊക്കെയോ വലിയ കാര്യങ്ങളുണ്ട്, അതെനിക്ക് അറിയണം. പിന്നെ ഞാൻ ഈ വചനങ്ങളിൽ തന്നെയാണ് ഞാൻ ഗാന്ധിജിയുടെ പുസ്തകങ്ങള്, ഗാന്ധിജിയുടെ ആ ഒരു ആത്മകഥ വായിച്ചു നോക്കുമ്പോൾ അതിലും ഒത്തിരി കോട്ടുകൾ ഞാൻ കാണാനിടയായി. അപ്പൊ എന്റെ ഉള്ളിൽ തോന്നുക, ഗാന്ധിജി പോലെ ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ എനിക്ക് അച്ഛന് താമസിക്കുന്ന സമയത്ത് എനിക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി പണ്ടൊക്കെ 50 രൂപ 25 രൂപ അല്ലെ നമുക്കൊക്കെ തരാറ്, 15 25. അന്ന് ST കൊടുക്കും നമ്മൾ, 2 രൂപ മാക്സിമം ബസ്സിന്റെ ST അങ്ങോട്ട് കിട്ടും. അത് കഴിഞ്ഞ് 10 15 രൂപ നമുക്ക് എക്സ്ട്രാ ഒരു ബസ്സിന്റെ ഒരു ഫുൾ എമൗണ്ട് കൈ തരും. ഇങ്ങനെ എന്റെ കയ്യിൽ തന്ന പൈസ എന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ച കാശുണ്ടായിരുന്നു. ഞാൻ അത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ബൈബിൾ സൊസൈറ്റിയുടെ കടയിൽ നിന്ന് ഞാൻ ഒരു ബൈബിൾ വാങ്ങിച്ചു. അന്ന് 75 രൂപയായിരുന്നു ആ ബൈബിളിന്. ആ 75 രൂപയുടെ ബൈബിൾ വാങ്ങിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് എനിക്കറിയത്തില്ല, ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം വായിച്ചത്. ഞാൻ അതിൽ ഏറ്റവും മനോഹരമായ ബൈബിൾ, എനിക്ക് കാണുമ്പോൾ ഏറ്റവും ഭംഗിയുള്ളതും, ആ ഏജിൽ അങ്ങനെയല്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകം നോക്കി, ഭാഗ്യത്തിന് നമ്മുടെ കറക്റ്റ് ബൈബിൾ, ഒത്തിരി ബൈബിൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മളെ വിശ്വാസപ്രകാരമുള്ള ബൈബിൾ തന്നെ എൻ്റെ കയ്യിൽ എത്തിയിരുന്നത്. ആ ബൈബിൾ എടുത്ത് ഞാൻ വായിക്കാൻ തുടങ്ങിയ സമയത്ത് ഉൽപ്പത്തി മുതൽ ഓരോ വാക്യം വായിക്കുമ്പോഴും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഞാനൊരു വേദഗ്രന്ഥം എന്നുള്ള രീതിയിലല്ല ബൈബിൾ വായിച്ചത്. ബൈബിൾ വായിച്ചത് എനിക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം എന്നുള്ള രീതിയിലാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. അതിനകത്ത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ വട്ടമിട്ട് വെക്കുമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഞാൻ വിചാരിക്കും, ഞങ്ങള് ഹൈന്ദവ ദൈവത്തെ പോലെ ഇതും അങ്ങനെ ഒരു ദൈവമാ, അത് ഒരു എന്താ പറയാ, അതിലും ഒരു മിസ്റ്ററി ഞാൻ കാണും. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എനിക്ക് സംശയമുള്ള കാര്യങ്ങളെ ഞാൻ റൗണ്ട് ചെയ്ത് പോകുവാനിവിടെ വന്നു. പക്ഷേ അത്ഭുതം ഒന്ന് പറയട്ടെ, ഞാൻ അന്ന് ഒരുപാട് കാര്യങ്ങൾ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വചനം എന്നോട്, ഞാൻ ഈ വചനത്തെ നോക്കുന്നത് സോഷ്യലി ഉള്ള ട്രൂത്ത് വെച്ചിട്ട്, സയന്റിഫിക്കലി ഉള്ള ട്രൂത്ത് വെച്ച്, മാത്തമാറ്റിക്കലി ഉള്ള ട്രൂത്ത് വെച്ച്, ഹിസ്റ്റോറിക്കലി ഉള്ള ട്രൂത്ത് വെച്ച്, അങ്ങനെയാണ് ഞാൻ ഈ ബൈബിളിനോട് ഇടപെടുന്നത്. സത്യം എന്ന് പറയട്ടെ, ഹിസ്റ്റോറിക്കലി, സയന്റിഫിക്കലി, സോഷ്യലി എന്തൊക്കെ സംശയമാണോ ഒരു വിശ്വാസിയല്ലാത്ത വ്യക്തികളിൽ എൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്നത്, ഈ ഒരു സംശയം മുഴുവൻ പരിശുദ്ധാത്മാവ് നേരിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നു. ഇന്ന് എനിക്ക് ആ കാര്യങ്ങളെ ഏത് വ്യക്തിയുടെ മുന്നിലും എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ബൈബിൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ 10 കൽപ്പനകൾ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ തപ്പി നോക്കി, എത്ര 10 കൽപ്പനകൾ എവിടെ നോക്കുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ 16 17 കൽപ്പനയൊക്കെ കാണുന്നുണ്ട്. മോശ പറഞ്ഞ കൽപ്പനകൾ കൂട്ടി വെച്ച് നോക്കുമ്പോൾ 10 ഒന്നുമല്ല അല്ലെ, നമുക്ക് എക്സ്ട്രാ കുറെ തോന്നും. അപ്പൊ ഞാൻ എൻ്റെ കോളേജിലുള്ള ഒരു കുട്ടിയോട് പറഞ്ഞു, 10 കൽപ്പനയൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? ആ കൊച്ചിന് അറിയത്തില്ലായിരുന്നു. അന്ന് ആ കൊച്ച് ചിരിച്ചത്, മുഖം ഇങ്ങനെ പൊത്തിയിട്ട് ചിരിച്ചത് ഞാൻ ഇന്ന് ഓർക്കുക. അതിന്റെ ഗൗരവം എനിക്കന്ന് അറിയത്തില്ലായിരുന്നു, ഇന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ആ കൊച്ച് വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞ് 10 കൽപ്പന ഒരു നോട്ട് ബുക്കിന്റെ ബാക്കിലത്തെ പേജിൽ എഴുതി
അത് കൊണ്ടുവന്നു. അത് പറിച്ച് ഞാൻ എൻ്റെ ബൈബിളിൽ വെച്ചു. അപ്പോഴാണ് 10 കൽപ്പന എന്താണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറയാ, കർത്താവിന് പ്രവർത്തിക്കാനൊന്നും ആവശ്യമില്ല. ദാഹമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദൈവം അസാധാരണമായ രീതിയിൽ പ്രവർത്തിക്കും. കാരണം എന്താണെന്നറിയാമോ? പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ തേടി വന്ന സ്നേഹമാ ദൈവം. നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ വിശുദ്ധിയോ നമ്മുടെ ദൈവവേലയോ ഒന്നുമല്ല. ദൈവം മനുഷ്യരാശിയോടാ ദൈവത്തിന്റെ കാര്യം മുഴുവൻ കിടക്കുന്നത്. ഒരു വിശ്വാസിയോട് മാത്രമല്ല, ഭൂമിയിലെ മനുഷ്യരാശിയോടാ ദൈവത്തിന്റെ എല്ലാ പ്രിൻസിപ്പിൾസും ലോയും എല്ലാം വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് നിന്നാണ് ദൈവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് ഞാനുമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തെരഞ്ഞെടുത്തതിനെ ആർക്കും തടയാൻ പറ്റത്തില്ല. ദൈവം വിളിച്ചതിനെ ആർക്കും മുടക്കാനും പറ്റത്തില്ല. ദൈവത്തിന് നമ്മുടെ പ്രവൃത്തി ആവശ്യമല്ല. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ അങ്ങനെ ബൈബിൾ എനിക്കറിയാം, ബൈബിൾ നന്നായി വായിച്ചു. ഹൈന്ദവ വിശ്വാസ പ്രകാരമായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത്. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഹൈന്ദവ ഫാമിലിയിലേക്കാണ് ഞാൻ വിവാഹം കഴിഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ബൈബിളിനെ കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ, അച്ഛൻ ഒത്തിരി ബാങ്കിൽ ഒക്കെ സോഷ്യലി ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാ. സമൂഹത്തിൽ പല ഒരു സോഷ്യൽ പ്രവർത്തനത്തിലൊക്കെ നല്ല മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാ. അപ്പൊ ഒരുപാട് കാര്യങ്ങളെ പ്രശ്നങ്ങളെയൊക്കെ ഡീൽ ചെയ്ത് അച്ഛനെ അറിയാം. അച്ഛൻ എന്നോട് പറയായിരുന്നു, എന്തും നമ്മുടെ പ്രവൃത്തികളെ, ഒരു മനുഷ്യനെ നല്ലതിലേക്ക് നയിക്കുന്നത് എന്തും നമുക്ക് തിരഞ്ഞെടുക്കാം. അതെന്തായാലും നന്മയിലേക്ക്, അവനിലുള്ള നല്ല ക്വാളിറ്റി ഉണ്ടാകണം, അവനിലുള്ള നല്ല മോറൽ സൈഡ് കീപ്പ് ചെയ്യണം. നന്മയിലേക്ക് നമ്മളെ എന്താണോ നയിക്കുന്നത് അത് നിനക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ അച്ഛൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ പഠിക്കാൻ അച്ഛൻ എന്തു പറഞ്ഞാലും പഠിക്കുമായിരുന്നു. അച്ഛനും അമ്മയും പ്രൈസ് മുഴുവൻ എല്ലാ കോളേജിലും സ്കൂളിലെ പ്രോഗ്രാമുകളിലും കലാതിലകവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്കിന് എനിക്ക് അച്ഛന് ഒരു വോയിസ് ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ എന്ത് പറഞ്ഞാലും ബ്യൂട്ടിഫുൾ ആയിട്ട് അനുസരിക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് എനിക്കുള്ളത് കൊണ്ട് ഈ വചനം പറഞ്ഞപ്പോഴും എൻ്റെ അച്ഛന് കണ്ണും പൂട്ടി അത് വിശ്വസിച്ചു. കാരണം ജീവിതത്തിന്റെ ഒരു 10, 16, 17 വയസ്സ് വരെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ വലിയൊരു കാര്യം ഞാൻ തിരിച്ചു പറഞ്ഞ സമയത്ത് അച്ഛൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി. അച്ഛനും അമ്മയും എൻ്റെ അനിയന്റെ ഭാര്യ എല്ലാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും സ്നാനപ്പെടുവാനും ഇട വന്നു. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ ബാപ്റ്റിസം എടുത്തിട്ടില്ല. ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് ബാപ്റ്റിസം എടുക്കുന്നത്. പക്ഷെ ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹൈന്ദവ വിശ്വാസത്തിലേക്കാണല്ലോ പോയത്. പക്ഷെ ഈ ബൈബിളിന്റെ മർമ്മങ്ങളെ എനിക്കറിയത്തില്ല. എങ്ങനെയാണ് സഭയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇതിനകത്തെ യേശുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ബൈബിളിലെ ഓരോ വചനവും എനിക്ക് ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ കരുതിയിരുന്നത് യേശു എന്ന് പറയുന്നത് ഒറ്റ ദൈവമാ, ക്രിസ്ത്യാനിറ്റി മുഴുവൻ ആ ഒറ്റക്കൊട കീഴിലാണ്. ഇതിനകത്ത് ഒരുപാട് ഡിവിഷൻസ് ഉള്ളതും പലതര വിശ്വാസങ്ങളുള്ളതും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, നമ്മളെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവല്ലോ, ആ കുട്ടികൾക്ക് അത്രയേ അവരതിനെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. എന്നാൽ ഞാൻ വിവാഹം കഴിഞ്ഞ സമയത്ത് സത്യം പറയട്ടെ, ഞാൻ ഈ പറയുന്നതിന് ഉത്തരം, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഒരു പ്രാവശ്യം പോലും യേശുവിനെ വിശ്വസിക്കണമെന്നോ യേശുവിനെ രക്ഷകനായി ഏറ്റെടുക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. ഇറങ്ങിച്ചെന്ന് പുറപ്പെട്ടു പോകുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് പുറപ്പെട്ടു പോയി അനുവാദമില്ലാതെ പ്രവർത്തിച്ച് കാര്യത്തെ ചെയ്തു തരുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഹസ്ബൻഡ് സുൽത്താന്റെ അടുത്ത് യേശു രക്ഷിതാവാണെന്ന്, യേശുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനിട വന്നത് എന്ന് ചോദിക്കുവാനിട വന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. കർത്താവ് പറയാ, നീ ഈ വചനത്തെ സ്നേഹിച്ച് ഈ വചനത്തെ ഉള്ളിലേക്ക് സംഗ്രഹിച്ചാൽ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യത്തെ നീ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മൾ കർത്താവിനെ അറിയുന്നത് ഈ വചനത്തെ സ്നേഹിക്കുമ്പോഴാ. അവൻ പറഞ്ഞ വാക്കുകളെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്കും ദൈവം വന്നത് ആ ബോർഡിൽ എഴുതി വെച്ച, ആ ചുമരിനകത്ത് എഴുതി വെച്ച വചനമാ. എൻ്റെ ഉള്ളിൽ ദൈവം ആ ഒരു വേല എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. പ്രൈസ് ഗോഡ്. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞു ഒരു 6 മാസം കഴിയുമ്പോൾ 7 മാസം കഴിയുമ്പോൾ ഓരോ ചെറിയ ചെറിയ ജോലിയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ അന്ന് സുവിശേഷം പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയാണ്,
യേശുവോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതം സംഭവിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയാ ഹസ്ബൻഡിനോട്, ഏട്ടാ യേശുവോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, എനിക്ക് എന്തോ അങ്ങനെ ഒരു തോന്നൽ, ഭയങ്കര ശക്തിയാ, ഈ ദൈവം ഭയങ്കര പവറാ. ഞാൻ എൻ്റെ ഒറിജിനൽ ഉള്ളിൽ തട്ടിയ കാര്യമാ പറയുന്നത്, അതിൽ മായമില്ലായിരുന്നു, എൻ്റെ അനുഭവമായിരുന്നു ഞാൻ പറയുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഒരു ദിവസം ഞാനും ഹസ്ബൻഡും എൻ്റെ ഉള്ളിൽ കർത്താവിനോട് ഭയങ്കരമായ വേർപാട് വരുന്നുണ്ടായിരുന്നു. ഈ വേർപാട് വരുന്നത് പോലും ഞാൻ അറിയത്തില്ലായിരുന്നു. എൻ്റെ വീട്ടിലെ ആ വിഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ 1 by 1 മാറ്റിക്കൊണ്ടിരുന്നു. വിഷുവിന് കണി വെക്കാറുണ്ടായിരുന്നു. എന്നും ഞാനായിരുന്നു വിഷുവിന് കണി വെക്കാറ്. ഒരു ദിവസം വിവാഹത്തിന് മുന്നേ എനിക്ക് തോന്നുക, ഞാൻ ഇനി കണി വെക്കേണ്ടത് ഈ ദൈവത്തിന്റെ മുന്നിലാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ? വിഷുവിന് കണിയുടെ സമയത്ത് എല്ലാ ദൈവങ്ങളും ഒരുങ്ങുന്നതിന് മുന്നേ എൻ്റെ വീട്ടിലെ ഒരു ടേബിളിന്റെ മുന്നിൽ നിറയെ വീട്ടിലെ കായ്കനികൾ കൊണ്ടുവന്ന്, ഞാൻ എവിടെയോ വായിച്ചൊരു വേർഡാ വചനത്തിൽ, ഇത് ഇപ്പോഴും എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ എല്ലാ ഫലങ്ങളുടെയും ആദ്യ ഫലം കൊണ്ട് അന്ന് എൻ്റെ ഉള്ളിൽ തട്ടിയ ആദ്യ ഫലം കൊണ്ട് യഹോവയുടെ മുന്നിലേക്ക് വരിക, യഹോവയ്ക്ക് സമർപ്പിക്കാൻ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഇതിങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, അന്ന് ബുദ്ധിയില്ലാത്തത് കൊണ്ടാ, അറിവില്ലാത്തത് കൊണ്ടാ. ആ ഉള്ള അറിവിനനുസരിച്ച് ഞാൻ അന്ന് ചെയ്യാം. കുഞ്ഞായ സമയത്ത് വീട്ടിലുള്ള എല്ലാറ്റിൻ്റെയും ഫ്രൂട്ട് ഞാൻ കളക്ട് ചെയ്തു. പേരക്ക, മൾഗോവ മാങ്ങ, കുരുമുളക്, എന്തൊക്കെയുണ്ടോ, ജാക്ക് ഫ്രൂട്ട്, എല്ലാറ്റിൻ്റെ ആദ്യ ഒരു ഫലം ഞാൻ കളക്ട് ചെയ്തു വന്ന് ഞാൻ ഈ ബൈബിൾ അതിൻ്റെ കിഴക്കോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വടക്കോട്ട് തിരിച്ചു വെച്ചു. എന്തൊക്കെയാണോ പ്രിൻസിപ്പിള് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഉള്ളത് അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വേറെ ഡയറക്ഷനിലെല്ലാം വെച്ചേച്ച് അതിനെ നടുവിൽ ഒരു ബൈബിളും വെച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇന്ന് എന്താ ഞാൻ കണി കാണാൻ വേണ്ടി നമ്മൾ കണ്ണു പൊത്തി കൊണ്ടുപോകത്തില്ലേ, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മെഴുകുതിരി ഞാൻ വിളക്ക് വെക്കണം. ഒരു വിളക്കും ഇല്ല, ഒന്നുമില്ല, വെറും മെഴുകുതിരി കത്തിച്ച് വെച്ച് ഈ വചനം എഴുതി വെച്ച് ഈ ബൈബിളും അതിന്റെ നടുവിൽ വെച്ച് ഞാൻ കണ്ണു തുറന്നു കൊടുത്തു. കണ്ണു തുറന്നിട്ടു. അത്ഭുതം ഒന്ന് പറയട്ടെ, ആ വർഷം ഞങ്ങളെ കൃഷിഫലം അനുഭവിക്കപ്പെട്ടു. ദൈവം ഒരു അടയാളം തന്നത്. അന്ന് അച്ഛൻ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഞങ്ങളെ വീട്ടിൽ വലിയ മൾഗോവ എന്ന് പറയുന്ന മാങ്ങ ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മാങ്ങ. ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ ഇത്ര വണ്ണം ഉണ്ടാവും. ഒറ്റ മാങ്ങ പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇതുവരെ. പഴുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് നിറയെ പുഴുവായിരിക്കും. പച്ച മാങ്ങ എടുത്തുകൊണ്ടുപോയി എല്ലാവരും അച്ചാറിലൂടെ ഇഷ്ടം പോലെ മാങ്ങയായിരുന്നു. ഒരു മാങ്ങ പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല അതിനകത്ത്. അതുപോലെ ഒരു പേരക്ക ഉണ്ടായിരുന്നു. ആ പേരക്കയിലും നല്ല സ്വീറ്റായിട്ടുള്ള പേരക്കയാണ്. പക്ഷെ ആ വർഷമില്ലേ, എൻ്റെ വീട്ടിൽ നിന്ന് കാണോ, ഒരു പാക്കറ്റിനകത്ത് കവർ ചെയ്ത് വരുന്ന ഒരു വലിയ പേരക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റുകളില് വലിയ ഒറ്റൊന്നു മാത്രം പൊതിഞ്ഞു വന്ന പേരക്ക. ഇതേപോലെ ബക്കറ്റുകളില് എൻ്റെ വീട്ടിൽ നിന്ന് പേരക്ക പറിക്കാനിടയെ. ബക്കറ്റുകളില് 5, 6, 7 പേരക്ക വരുന്ന സമയത്തില് ഒരു ചെറിയ ബക്കറ്റ് നിറയും. സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് ആൾക്കാര്, ഞങ്ങളെ പേരക്ക ആ ദേശത്ത് വെരി വെൽ നോൺ ആയി. ആ മൾഗോവയിൽ നിന്ന് ആദ്യമായിട്ട് ഞങ്ങള് മധുരമുള്ള മാങ്ങ കഴിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ വചനത്തിന്റെ മുന്നിൽ, ഈ ദൈവത്തിന്റെ മുന്നിൽ വെച്ച സമയത്ത് ഞാൻ പറയുന്നത്, ഇത് ചെയ്യരുത്, ആരും ചെയ്യരുത്. എനിക്ക് അറിവില്ലാത്ത നാളിൽ ചെയ്തപ്പോ കർത്താവിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ദൈവം ഞങ്ങളെ കുടുംബത്തിൽ ചെയ്തൊരു പ്രവൃത്തിയാ. അന്ന് ഞാൻ കുഞ്ഞാണ്, ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാ. ദൈവം അത്ഭുതം ചെയ്തു. അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി. അച്ഛൻ ഒരുപാട് പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആ മാങ്ങയൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ സാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള മരുന്നുകൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദൈവമില്ലേ, ദൈവത്തിന് ഒരാളെ എങ്ങനെ അട്രാക്ട് ചെയ്യണോ ദൈവത്തിന് അറിയാം. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ജോലിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത്, ജോലിക്ക് ഒരു മാറ്റം വന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, ആ ഒരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ ഒരു സാലറി പറഞ്ഞു ഹസ്ബൻഡിന്റെ അടുത്ത്. ഹസ്ബൻഡ് അന്ന് 1.5 വർഷമേ ഇവിടെ ജോബിന് വന്നിട്ടായിട്ടുള്ളൂ. പക്ഷെ ഒരു 5, 6 വർഷം 7 വർഷം ഇവിടെ UAE എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ആ ഒരു ജോലി കിട്ടത്തുള്ളൂ, അത്രയുള്ള സാലറിയും കിട്ടത്തുള്ളൂ. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, വിശ്വസിച്ചോ, ഞാൻ കയ്യിൽ വെച്ച് പറയാ, അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എൻ്റെ കൈ തൊട്ട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചു പറഞ്ഞു, എൻ്റെ യേശുവിന് ഇത് സാധിക്കും. ഈ ജോലി നിങ്ങൾക്ക് തരണമെങ്കിൽ എൻ്റെ യേശുവിന് സാധിക്കും. ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞു, ഏട്ടാ പ്രോമിസ് എന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ ഇങ്ങനെ വെച്ചു, എൻ്റെ യേശുവിന് ഈ ജോലി ചെയ്തു തരുവാൻ.
അപ്പൊ പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അതിന് യോഗ്യനല്ല, എനിക്ക് കിട്ടാൻ സാധ്യതയില്ല, അതിനുള്ള നോളജ് എനിക്കില്ല, എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത്ഭുതം ഒന്ന് പറയട്ടെ, ഹസ്ബൻഡ് ആ ഇന്റർവ്യൂവിന് പോയി. ഒന്നാമത്തെ ഇന്റർവ്യൂവിന് അവര് വിട്ടു. രണ്ടാമത്തെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് ആർക്കും കിട്ടാത്തൊരു പൊസിഷനിൽ ഹസ്ബൻഡിന് ജോലി കിട്ടാനിടയായി. ഹസ്ബൻഡ് ആ ഒരു പറഞ്ഞ സാലറി തന്നെ ലഭിക്കാനിടയായി. പെട്ടെന്ന് ഹസ്ബൻഡിന്റെ കണ്ണ് ഇതിലേക്ക് തിരിഞ്ഞു. നമ്മൾ പറയത്തില്ലേ, കോഴി കൂവിയ സമയത്ത് പത്രോസ് യേശുവിനെ തിരിഞ്ഞു നോക്കിയതുപോലെ രണ്ട് അനുഭവമായിരുന്നു എന്റെ വീട്ടില്. ആ ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കി, ഇതിൽ എന്തോ ഒരു അത്ഭുതമുണ്ട്. എന്റെ അച്ഛൻ അന്ന് തിരിഞ്ഞു നോക്കി, ഇതിൽ എന്തോ ഒരു അത്ഭുതമുണ്ട് എന്ന് തിരിഞ്ഞു നോക്കത്തക്ക രീതിയിൽ ചില അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. യേശു ജീവനുള്ള ദൈവമാ. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ടെസ്റ്റിമണികള്, ലോട്ട് ഓഫ് ടെസ്റ്റിമണീസ്, സീരീസ് ഓഫ് ടെസ്റ്റിമണീസ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാനിട വന്നു. വിവാഹം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ടായി 2 വർഷം കഴിയുമ്പോൾ ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. ആരും ഞങ്ങളെ കമ്പൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. യേശു തന്നെ ജീവനുള്ള ദൈവമെന്ന് ഞങ്ങളെ തെളിയിച്ചു തരുവാനിട വന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. എനിക്ക് ഭയങ്കര ത്രില്ല. ഞാൻ സഭ കാണാതെയാ കർത്താവിനെ കണ്ടത്. എനിക്ക് ഒരു കർത്താവ്, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരൊറ്റ ക്രിസ്ത്യൻ ഫാമിലി ഇല്ല. കംപ്ലീറ്റ്ലി ഹിന്ദു ഓർ കുറച്ച് മുസ്ലിംസ് ഫാമിലി ഉണ്ട്. ഒരു ക്രിസ്ത്യൻ ഫാമിലി. ഞാൻ അവിടെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തതായിരുന്നു. വില്ലേജ് ഓഫീസിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തതാ. അവിടെ ഒരു സർവേ നടത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ഫുൾ ജലനിധി എന്ന് പറയുന്ന ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഒരു സർവേ നടത്തിയായിരുന്നു. ഇതിൽ അങ്ങനെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ആ സർവേയിൽ എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ അതിന്റെ ഫുൾ ആയിട്ടുള്ള വില്ലേജിലുള്ള ആൾക്കാരെ ലിസ്റ്റ് എടുത്തപ്പോ ഒരു ഫാമിലി പോലും ഞങ്ങളെ വില്ലേജിൽ ക്രിസ്ത്യൻ ഇല്ല. ആകെ ഒരു ഫാമിലി അവിടെയുണ്ട്, ഒരു കാർപ്പന്റർ, അവര് റെന്റഡ് ആയിട്ട് വന്നിരിക്കുക, ഒരു ജോഷി എന്ന് പറയുന്ന വ്യക്തി. അതല്ലാതെ ഒറ്റ ക്രിസ്ത്യൻ കുടുംബം ഇല്ല. റമന ശിഖറബബ. എത്ര ദൈവത്തെ അറിയാത്ത നാടാണെങ്കിലും ഇരുട്ടിൽ വെളിച്ചം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം, ആ ഇരുട്ടിനകത്ത് ദൈവം വെളിച്ചം ഉദിപ്പിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവം വെളിച്ചമായത് കൊണ്ട്. താങ്ക് ഗോഡ്. ഇന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒത്തിരി പേര് കർത്താവിനെ രക്ഷിതാവായി ഏറ്റെടുക്കുവാൻ ഇട വന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇട വന്നു. പ്രൈസ് ഗോഡ്. പറയുന്നവിടുത്തെ അത്ഭുതങ്ങൾ സംഭവിച്ചു, അടയാളങ്ങൾ സംഭവിച്ചു. പ്രൊഫറ്റിക്കലി കർത്താവിനോട് ഇടപെടുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങി. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ദൈവം എനിക്ക് തന്നെ തെളിയിച്ചു തന്നു. പലരും വിശ്വാസത്തിൽ വന്ന് അല്പം കഴിയുമ്പോഴേ നമ്മൾ കൈവച്ചാൽ മറ്റുള്ളവര് സൗഖ്യം വരും. ചിലപ്പം ചില പ്രവചനം പറയുമ്പോൾ അത് ശരിയായി വരുമ്പോഴില്ലേ നമ്മൾ വിചാരിക്കുക, എന്താണ് കർത്താവെ, അത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അല്ല കേട്ടോ. ദൈവം നമ്മളിലൂടെ, എന്നിലൂടെ ഒരു അത്ഭുതം ചെയ്യുന്നത് എന്നിലുള്ള ആത്മ മനുഷ്യനെ ജ്വലിപ്പിക്കാനാണ്. ഒരു സൗഖ്യം നടക്കുമ്പോൾ അവിടെ മുന്നിലുള്ള ആള് സൗഖ്യമായോ ഇല്ലയോ അതിനെക്കാട്ടും എന്താ 4 ഇരട്ടി സന്തോഷം എൻ്റെ ഉള്ളിലെ എന്താണെന്നറിയാമോ? ഞാനൊരു ദൈവവുമായിട്ട് എനിക്ക് കാണുവാനും ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് എന്നിലൂടെ അനുഭവിപ്പാനും ഇടവരുന്നല്ലോ എന്നുള്ള സന്തോഷമായി എനിക്ക്. താങ്ക് ഗോഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കർത്താവിൽ വിശ്വാസത്തിൽ വന്ന ഉടനെ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു സംശയം. ആ സംശയത്തിന്റെ ആൻസർ ഞാൻ ഇവിടെ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ഇതിൽ നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. റമനാശിഖറബബ. 1-ാമത്തെ വാക്യം വായിക്കുമോ? 1-2 വാക്യം. റമനാശിഖറബബ. താങ്ക് യു ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേര്. അവൻ സാക്ഷ്യത്തിന്
ജോൺ 1:14 കൂടി ഒന്ന് വായിച്ച് സഹായിക്കാമോ? ജോൺ 1:14. യെസ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. പ്രൈസ് ഗോഡ്. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ ഒത്തിരി സംശയമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഒന്ന് ആ വചനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, ആ ഓരോ വേർഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഈ വചനം ഇങ്ങനെ വായിച്ചു പോകുമ്പോ എൻ്റെ ഉള്ളിലെ ഒരുപാട് സംശയങ്ങളൊക്കെ ഏറി വന്നത്. ഞാൻ സയന്റിഫിക്കലി ആണല്ലോ അന്ന് വചനം വായിച്ചത്. ആ സയന്റിഫിക്കലി വായിച്ചുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മളില്ലേ സ്പിരിച്വലി വായിക്കുമ്പോൾ ഇതിനൊന്നും പ്രശ്നമില്ല, നമ്മൾ എന്തും കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷെ അന്ന് ഞാൻ സയന്റിഫിക്കലി ഇതിനെ വായിച്ചത് കൊണ്ട് ഒത്തിരി ഡൗട്ട് എൻ്റെ ഉള്ളിൽ വന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അന്വേഷിക്കുന്ന ആൾക്കാരെ ഇഷ്ടം, സെർച്ച് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടം. ദൈവത്തിന്റെ വചനത്തിന്റെ ഗൂഢമായ അർത്ഥങ്ങളെ ആരന്വേഷിക്കുന്നോ അവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞു. അത് ക്രിട്ടിക്കൽ മൈൻഡിലല്ല, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തികൾ, പദ്ധതികളെ ദൈവത്തിന് ഒരു മനുഷ്യന് റിവീൽ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ദ ലോർഡ്. അതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് വന്ന സമയത്തിലെ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തപ്പി നോക്കി എന്ന് നമുക്ക് കാണാനിട വന്നു. പ്രൈസ് ഗോഡ്. ഈ വചനം എന്നോട് സംസാരിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, അല്ലേ? ആ വചനം, ദൈവത്തിന്റെ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം മുഖാന്തരമാണ് ഈ ഭൂമിയിൽ സകലതും ഉണ്ടായത്. വചനത്താലാണ് ഈ ഭൂമിയുള്ള എല്ലാം ഉളവായത്. ആ വചനത്തിന്മേൽ ജീവനും ഉണ്ടായിരുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് ഇവിടെ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് അസാധാരണമായ ഒരു സ്പിരിച്വൽ ലിഫ്റ്റ് എന്നെ കേൾക്കുന്നവർക്ക് സംഭവിക്കും. ഞാൻ അതിനൊന്നും അർഹയായിട്ടുള്ള ഒരാളല്ല. അതിനുള്ള ആത്മീക എന്താ പറയാ, അതൊന്നും എനിക്കില്ലെങ്കിൽ എനിക്കറിയാം എന്നിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനത്തിന്റെ ശക്തി എന്തെന്ന് എനിക്കറിയാം. അത് ഞാനല്ല, അത് പുറപ്പെടുവിച്ചവന്റെ ശബ്ദമായതുകൊണ്ട് തന്നെ അത് എന്നിൽ നിന്ന് പുറപ്പെട്ട് അസാധാരണമായ കാര്യങ്ങളെ, വലിയ സ്പിരിച്വൽ ടേണിങ് ഇതിനകത്തുണ്ടാവും. ഒരു അടിക്കുന്ന അനുഭവം പലരുടെ ജീവിതത്തിലും ഉണ്ടാവും. ഒരു 360 ഡിഗ്രി ചേഞ്ച് ഇതിനകത്തുണ്ടാവും. ഞാൻ അത് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ആ വെളിച്ചത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ വെളിച്ചം വചനമായിരുന്നു. യോഹന്നാൻ 1:14 പറയാണ്, വചനം ജഡമായി തീർന്നു. ഈ കാര്യമാണ് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത്. ആ വചനം എന്ത് ചെയ്തു? ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. സംശയമുണ്ടോ അതെങ്ങനെയാ സംഭവിച്ചതെന്ന്? വചനം എങ്ങനെ ജഡമായി തീർന്നു? വചനം എങ്ങനെ ജഡമായി തീർന്നു? ഞാൻ എത്രയോ സന്തോഷിക്കുക ഞാൻ കുട്ടിപ്രായത്തിൽ കർത്താവിനെ അറിഞ്ഞത്. കാരണം എന്നാലല്ലേ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോഴും നമ്മളില്ലേ മെച്യൂർഡ് ആവുമ്പോൾ ഒരാൾ സുവിശേഷം പറഞ്ഞാൽ നമ്മൾ അതിന്റെ പക്വതയോടുകൂടെ ഏറ്റെടുക്കുക. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാനല്ല, വചനത്തെ മനസ്സിലാക്കാനും പഠിക്കാനുള്ള ആഗ്രഹം. വചനം എങ്ങനെ ജഡമായി തീർന്നു? എങ്ങനെ അത് സാധിക്കുമോ? ഇറ്റ്സ് ഇംപോസിബിൾ. ദൈവത്താലെല്ലാം സാധിക്കുന്നു വേണേ നമുക്ക് ചിന്തിക്കാം, ഓക്കെ. പക്ഷെ സയന്റിഫിക്കലി എങ്ങനെയാ അത് സാധിക്കുക? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഇതിനെ പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? ഞാനൊരു കോളേജ് പഠിക്കുന്ന കുട്ടിയോട് സംശയം പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇത് പറഞ്ഞ സമയത്ത് എന്നോട് പറയാ, ഷൈനി ചുമ്മാതാണ്,
എങ്ങനെയാ വചനമൊക്കെ ജഡമായി വരിക? വചനം ജഡമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരിക അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ആ ഹൈന്ദവ ബുക്കിൽ കിടക്കുന്നത് പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. നീ സൂക്ഷിച്ച് വായിച്ചു നോക്കിയാൽ അറിയാം, ഇതിനകത്തും കുറേയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇത് ഉള്ളിലേക്ക് വന്നപ്പോ എനിക്കൊരു ഉള്ളിലൊരു ഇതിനെക്കുറിച്ചൊരു എന്താ പറയാ ഒരു അസ്വസ്ഥത ഉണ്ടായി. എന്താ പറയാ, ഇതെന്താന്ന് അങ്ങനെയാണ് ഒരു ഡുവൽ മൈൻഡ് ഉണ്ടായി. ഒരു ഡുവൽ മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ ആ ഇരു മനസ്സിനകത്ത് നിന്ന് കർത്താവ് എനിക്ക് സത്യം വെളിപ്പെടുത്തി തന്നു. ഞാനിപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ള ഈ ബൈബിൾ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമല്ലേ? സത്യമല്ലേ? നമ്മൾ ഈ പുസ്തകം മുഴുവൻ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാ. ആദിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന വചനമാ. ആ വചനം മുഖാന്തരമാണ് ഈ പ്രപഞ്ചവും യൂണിവേഴ്സും സകലതും ഉളവായത്. അല്ലെ? ഞാൻ സത്യമല്ലേ പറയുന്നത്? എന്നാൽ ദൈവം പറയാ, ആ വചനത്തെ അടർത്തി ഞാൻ നിങ്ങളെ കയ്യിലേക്ക് തരാ. ഞാൻ അതിന്റെ ഒരു ദൈവമെല്ലാം ഉപമകളിലൂടെയല്ലേ സംസാരിച്ചത്, അല്ലെ? പണ്ട് കാലത്ത് ഒരു ദൈവം അല്ലെ, മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാം, സുവിശേഷങ്ങളിൽ നമ്മൾ എന്ത് പറയുമ്പോഴും ആ കാലഘട്ടത്തിൽ ഉപമ. അന്ന് കൊയ്ത്തുണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു, അന്ന് പല അന്ന് എന്തൊക്കെയാണ് മീൻപിടുത്തം, വല, മീന്, വല, ഇങ്ങനെ അന്ന് എന്താണോ കൂടുതൽ മനുഷ്യര് ഏർപ്പെട്ടിരിക്കുന്ന ജോലികള് അതുമായി ബന്ധപ്പെട്ട ഉപമകളിലൂടെയാ യേശു വചനത്തിന്റെ പൊരുള് എന്ത് ചെയ്തത്? അന്നത്തെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ ആ ആത്മാവ് ഇന്ന് എൻ്റെ അടുത്തേക്ക് വന്ന സമയത്തില് എന്നോടും ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നോട് കർത്താവ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കർത്താവ് എങ്ങനെയാ വചനം ജഡമായി തീരുക? അതിൽ എല്ലാം സയൻസും എല്ലാ വചനവും സയന്റിഫിക്കലി പ്രൂഫ്, ദൈവം പറഞ്ഞിട്ടേ ഈ സയൻസ് ഉണ്ടായിട്ടുള്ളൂ, മനുഷ്യന്റെ ബുദ്ധി ഉണ്ടായിട്ടുള്ളൂ. കിഡ്നി, ലിവർ എല്ലാം ഉണ്ടായത് ദൈവത്താൽ ഉണ്ടായതാ. എല്ലാ സയൻസും മാത്സും അങ്ങയുടെ ബുദ്ധിയിൽ നിന്ന് വന്നതാ. അല്ലാതെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ അത് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മളുള്ള ഒരു മനുഷ്യൻ അത് കണ്ടെത്തിയെന്നേ ഉള്ളൂ. ഇതെല്ലാം ഭൂമിയിൽ ഓൾറെഡി പണ്ടേ സെറ്റപ്പ് ചെയ്തു വെച്ച കാര്യം. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ദൈവത്തിന് കൃത്യം ആൻസർ ഇതിന് തരാൻ പറ്റുമെന്നും. നമ്മൾ ലോജിക്കലി അപ്രോച്ച് ചെയ്യാനൊന്നും വിചാരിക്കല്ലേ. പ്രൈസ് ഗോഡ്. റമന ശിഖറവ്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന വചനം, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുന്നില്ലേ? ഞാനിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളെ ഈ 69 ഡിവൈസ് ആ വീട്ടിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വന്നോ? ഞാൻ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നോ? ഞാൻ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് വന്നോ? ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഞാൻ ഇവിടെ നിന്ന് ഞാൻ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് കയറി ഇപ്പൊ വന്നോ? ഇല്ല, അല്ലേ? വന്നില്ല. പക്ഷെ എൻ്റെ വായിൽ നിന്ന്, ഷൈനി എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്നുള്ള സ്വരം, വചനം, ഞാൻ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എൻ്റെ ശരീരം എന്നിൽ നിന്ന് അടർത്തി ഇപ്പൊ എന്ത് ചെയ്തിരിക്കുക? ജോയ് സിസ്റ്ററെ മുന്നിൽ കെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം ഞാൻ ഇവിടുന്ന് അവിടേക്ക് വന്നെന്നാണോ? അല്ല. എന്നിൽ നിന്ന്, എൻ്റെ വായിൽ നിന്നുള്ള വചനത്തെ നമ്മൾ ടെക്നിക്കലി നമ്മുടെ സയന്റിഫിക് സ്കിൽസ് ഉപയോഗിച്ച്, നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച്, ഷൈനി എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ വാക്കുകളെ എന്നിൽ നിന്നും അടർത്തി ഇതാ ജോയ് സിസ്റ്ററുടെ മുന്നിലും ജെയ്സൺ ബ്രദറുടെ മുന്നിലും ഇന്ന് ആലിസ് ആന്റിയുടെ മുന്നിലേക്കൊക്കെ ദൈവം അയച്ചിരിക്കുക. അതിനർത്ഥം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു എന്നല്ല. മനുഷ്യന്റെ ടെക്നോളജി ഇത് സാധിപ്പിച്ചെടുത്തു. ഇന്ന് ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്, എനിക്ക് കുഞ്ഞുണ്ടായ സമയത്ത്, എൻ്റെ മൂത്ത മകൻ ഉണ്ടായ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. അപ്പൊ സുത്തേട്ടൻ നാട്ടിൽ വന്നു, ഒരു മാസം കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് കളിച്ച് വന്നു. 1 വയസ്സാവുമ്പോൾ കുട്ടിയൊക്കെ പപ്പ എന്ന് പറഞ്ഞ ഭയങ്കര ഇന്റിമേറ്റ് ആയിരിക്കുമല്ലോ. ഒരുപാട് കളിപ്പാട്ടവും ടോയ്സും ഒക്കെ ഇട്ട് കളിപ്പിച്ച് അങ്ങ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞ സമയത്ത് അവിടുന്ന് ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ മൂത്ത മോന് നോക്കുക, അച്ഛന്റെ ശബ്ദം കേൾക്കുന്നു, പക്ഷെ ഇതിനകത്ത് കേറുന്നില്ല, കാണുന്നില്ല, ഒന്നും അച്ഛനെ കാണുന്നില്ല. കുഞ്ഞിന് പെട്ടെന്ന് എന്നെ സുധേട്ടനുണ്ട് ചില സ്ഥലത്ത് മറിഞ്ഞു നിന്ന് കുക്കി കളിക്കും. അപ്പൊ അവിടെ എവിടെ നിന്ന് പറയുകയാണോ, അപ്പൊ കുഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഫോൺ ഇങ്ങനെ മറച്ചിട്ട് നോക്കാൻ തുടങ്ങി. ഇതിനുള്ളിൽ ഇത് തുറന്നു നോക്കാൻ തുടങ്ങി. അതിന്റെ ബാറ്ററി ഊരിയിട്ടൊക്കെ ഇതിനകത്ത് നിന്ന് എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അത് അച്ഛനല്ല,
ആ മോനെ അത് അച്ഛനല്ല, അച്ഛൻ അവിടെ അങ്ങ് പോയിരിക്കുകയല്ലേ, ഇത് ഫോണാ, ഇതിനുള്ളിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴീ വചനം എന്നെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇടപെട്ടു. എന്നോട് കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയ ഈ ചതുര പ്ലാസ്റ്റിക്കിന്റെ ചതുരത്തിലിരിക്കുന്ന ഒരു ബോക്സിനകത്ത് യുഐയിലിരിക്കുന്ന എത്രയോ കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശബ്ദത്തെ ട്രാൻസ്ഫർ ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിനകത്താക്കി നിന്റെ കയ്യിലേക്ക് തരുവാൻ മനുഷ്യന് സാധിച്ചെങ്കിൽ, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ കൂടെ അടർത്താൻ പറ്റാത്ത ദൈവം സകലത്തെയും ഉളവാക്കിയ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായ ദൈവത്തിന്റെ ശബ്ദത്തെ ദൈവത്തിൽ നിന്ന് അടർത്തി ഭൂമിയിലേക്ക് ഈ ഐഫോൺ ആയിട്ടും സാംസങ് ആയിട്ടും നോക്കിയ ആയിട്ടൊന്നല്ല ഇട്ടത്, മറിയയുടെ ഉദരത്തിൽ ഒരു പുതിയ സൃഷ്ടിപ്പ്, രണ്ടാമതൊരു സൃഷ്ടിപ്പ്. 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോ മനുഷ്യന് ദൈവം എന്ത് ചെയ്തു? ഒരു പുതിയ സൃഷ്ടിപ്പ് മനുഷ്യനിലേക്ക് ചെയ്തു. പ്രൈസ് ഗോഡ് അല്ലേ? നമ്മൾ ഉണ്ടായത് പോലെയല്ല യേശു ഉണ്ടായത്. 6 ദിവസം കൊണ്ട് സകല സൃഷ്ടിപ്പും പൂർത്തിയായതാ. അതിനുശേഷം ഭൂമിയിൽ ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല അല്ലെ? ദൈവം 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതിനപ്പുറത്ത് എന്തെങ്കിലും ഇന്ന് ഭൂമിയിലുണ്ടോ? അന്ന് ഉണ്ടായത് മാത്രമേ ഉള്ളൂ. അന്ന് ദൈവം ഉളവാട്ടെ എന്ന് പറഞ്ഞതിന്റെ അകത്ത് ഒരു സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ഈവൻ കൊറോണ വൈറസ് പോലും. എന്റെ ഹസ്ബൻഡില് ഞാനൊരു ടെസ്റ്റിമണി പറയാൻ ആഗ്രഹിക്കുക. കൊറോണ വന്ന് എല്ലാവിടെയും എന്താ പറയാ, കംപ്ലീറ്റ്ലി യുഐയിലൊക്കെ അമേരിക്കയിലൊക്കെ ഒത്തിരി പേര് മരിച്ചു. ഒരുപാട് ആൾക്കാരെ ഡെഡ് ബോഡീസ് ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഭയങ്കര ഭയാനകമായ ആദ്യത്തെ ഒരു 2 മാസം ഓർമ്മയുണ്ടോ എല്ലാവർക്കും? 2-3 മാസങ്ങൾ ഓർമ്മയുണ്ടോ? എല്ലാവരും പേടിച്ച് റൂമിനകത്തിരുന്ന ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് വന്നത്. അന്ന് കോവിഡിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള, കൊറോണ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കിറ്റ് പോലും അവൈലബിൾ ഇല്ലാത്തൊരു സമയമായിരുന്നു. 10 കിറ്റ് യുഐയിലേക്ക് ഉണ്ടാവും, 20 കിറ്റ് മാക്സിമം ഒരു ഹോസ്പിറ്റലിലേക്ക്. 4000-5000 ആൾക്കാരുണ്ടാവും ഇപ്പുറം ഒരു രാജ്യത്തില് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ അകത്ത് ആകെ 10 പേര് 20 പേര് എന്താ പറയാ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് കോവിഡാന്ന് അറിയത്തില്ലായിരുന്നു. ഡോക്ടറെ കാണിച്ചു നോക്കിയ സമയത്ത് ചെസ്റ്റിൽ ന്യൂമോണിയ എന്ന് മനസ്സിലായി. കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ന്യൂമോണിയ എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ന്യൂമോണിയ ആണ്, നിനക്ക് ഒരു കാര്യം ചെയ്യാൻ, ന്യൂമോണിയന്റെ 3 ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ന്യൂമോണിയന്റെ 3 ഇഞ്ചക്ഷൻ എടുത്തു. ലങ്സിൽ മുഴുവൻ ന്യൂമോണിയായി. കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഹസ്ബൻഡ് എന്തോ എനിക്കറിയത്തില്ല, ദൈവം ജീവനുള്ള ദൈവമാ, ദൈവം നമുക്ക് കൃപ പകരുന്ന ദൈവമാ. എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിലായിരുന്നു, ഞാനും കുഞ്ഞുങ്ങളും നാട്ടിലായിരുന്നു. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അന്ന് 1 മാസം മുന്നേ, കോവിഡ് തുടങ്ങുന്നതിന്റെ 1 മന്ത് മുന്നേ പേസ് മേക്കർ സർജറി, ഹാർട്ട് സർജറി ചെയ്ത് എൻ്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഇതൊന്നും അച്ഛനെ അറിയിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരാൾക്ക് കോവിഡ് വന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? പേടിച്ചു ഭയന്നു പോകും. അതുകൊണ്ട് ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞില്ല. ഞാനല്ലാതെ എൻ്റെ വീട്ടിലാരും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞില്ല. പക്ഷേ സുൽത്താന് കോവിഡ് വന്നു. 3 ഡേയ്സ് ആയിട്ട് ഒരു കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് നിങ്ങളോട് വർഷിപ്പ് ചെയ്ത എൻ്റെ ജോ ഞാനും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ജോ ഒരു വാക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സുൽത്താനെ നോക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കൊരു റൂമിനകത്തേക്ക് സെപ്പറേറ്റ് മാറിയിരിക്കുക, ആർക്കും അവിടേക്ക് പോകാനാവുന്നില്ല, ശ്വാസം മുട്ടിയിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. ആരും കെയർ ചെയ്യാൻ ആളില്ലല്ലോ, ഒറ്റപ്പെട്ട ഒരു റൂമിൽ ആളില്ലാത്തൊരു സ്ഥലത്ത് ആളിങ്ങനെ ഇരിക്കുക, ഒരു ഡോക്ടറെ പോയി കാണാൻ പറ്റുന്നില്ല. ഒരുമിച്ച് എന്താ പറയാ, ദുബായിൽ ആളുള്ള സ്ഥലത്ത് നിന്ന് സെപ്പറേറ്റ് മാറി ഒരു റൂമിലേക്ക് വന്നു. അപ്പൊ ജോ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു, ഷൈനി, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന് അവകാശം, ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്ക് അധികാരമുള്ളത്. ഈ ഒരു വേർഡ് എൻ്റെ അടുത്തേക്ക് വന്നു. ഈ ഒരു വേർഡ് അവൾ ചെയ്തു. ഭർത്താവിന്റെ ശരീരത്തിന്മേൽ സെക്ഷൽ യൂസിനല്ല ഭാര്യയ്ക്ക് അവകാശം, ഭാര്യയുടെ ശരീരത്തിന്മേൽ സെക്ഷൽ യൂസിനല്ല ഭർത്താവിന് അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. പലരും അങ്ങനെയാ ധരിച്ചിരിക്കുന്നത്. അന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്ക് അധികാരവും അവകാശവും ആദിയിൽ ദൈവം കൽപ്പിച്ചു വെച്ചെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് അധികാരത്തോടു കൂടി കൽപ്പിക്കുന്നു, ആ ശരീരത്തിന്മേലുള്ള രോഗാണു വിട്ടുമാറിപ്പോകാം. ഒന്ന് ഈ വചനം കർത്താവ് എൻ്റെ അടുത്തേക്ക് അയച്ചു. രണ്ടാമത്തെ ഒരു വചനം കർത്താവ് എന്നോട് പറഞ്ഞു. അന്ന് ഇത് ഇടപെട്ട സമയം എന്ന് വെച്ചാൽ
ന്യൂമോണിയ എന്ന് ഓൾറെഡി മനസ്സിലായി. അതിനുശേഷം കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കോവിഡ് എന്തായാലും എനിക്ക് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ടെസ്റ്റ് റിപ്പോർട്ട് എന്താ എത്രയോ 300 ആളെ നടുക്ക് നിന്ന് 10 പേരെ കോവിഡ് ടെസ്റ്റ് ആയിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവകൃപയാല് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം അതിൽ ഒരു ടെസ്റ്റ് സുയിത്തായിട്ട് ലഭിക്കാനിട വന്നു. ആ ടെസ്റ്റ് ദൈവം ഒരുക്കിയ ദൂതനെ പോലെ പലരെയും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. അവിടെ എന്ത് ചെയ്തു, ആ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവാന്ന് മനസ്സിലായി. പ്രൈസ് ഗോഡ്. സത്യം എന്ന് പറയട്ടെ, ഞാൻ പെട്ടെന്ന് ആ ന്യൂസ് കേട്ട് ന്യൂമോണിയ ആയി ഞാൻ കേട്ട സമയത്ത് ഞാൻ ഓടി റൂമിലേക്ക് പോയി ബെഡിന് മേലെ കയറിയിരുന്നു. മുട്ടിലിരുന്ന് സ്വർഗത്തിലെ ദൈവത്തോട് ചുമരിന് നേരെ നോക്കി ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഈ വാർത്ത എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ പോകുമെന്ന് എനിക്കറിയാം. എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യണ്ടു കർത്താവേ, ഞാൻ എന്ത് ചെയ്യണ്ടു കർത്താവേ എന്ന് ഞാൻ ആ ചുമര് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്തില് പെട്ടെന്നൊരു ശബ്ദം എൻ്റെ അടുത്തേക്ക് വന്നു. ദൈവം സകലത്തെ സൃഷ്ടിച്ചു ഭൂമിയിലെ, ഇതെല്ലാം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. ഭൂമിയിൽ ദൈവം ഉണ്ടാക്കിയതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാ ദൈവം ഉണ്ടാക്കിയിരുന്നത്. അതിലൊന്നുപോലും മനുഷ്യന് വേണ്ടിയിട്ടല്ലാതെ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ആകട്ടെ, ഇവിടുത്തെ വെള്ളമാകട്ടെ, ഇവിടുത്തെ ഫ്രൂട്ട്സ് ആകട്ടെ, ആനിമൽസ് ആകട്ടെ, ഇവിടെ എന്തു ദൈവം ഭൂമിയിൽ ചെയ്തു അത് മനുഷ്യന്റെ പാർപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. ഒരു കാര്യത്തെ പോലും ദൈവം മനുഷ്യന് വിപരീതമായ ഒരു ശത്രു ആനിമലോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു രോഗാണുവിന് ദൈവം അന്ന് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം ദൈവത്തിന് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. എന്നോട് പറഞ്ഞു കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ്, കൊറോണ എന്ന് പറയുന്ന വൈറസ് ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇത് മനുഷ്യന്റെ ദോഷത്തിന് വേണ്ടിയിട്ടല്ല ദൈവം ഉണ്ടാക്കിയത്, അത് മനുഷ്യന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. അവന് എന്തോ ഒരു പോസിറ്റീവ് ഗുണമുണ്ട് ഇതിനുള്ളിൽ, എനിക്കറിയത്തില്ല. അത് മനുഷ്യന് വേണ്ടിയിട്ട്, ചിലപ്പോൾ നമുക്കായിരിക്കില്ല, നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ചില മണ്ണിലുള്ള ബാക്ടീരിയകളെ മറ്റിനെ നശിപ്പിക്കാനായിരിക്കും ഇതിനെ ഉണ്ടാക്കിയത്. കർത്താവ് എന്നോട് പറഞ്ഞു കോവിഡ് മനുഷ്യന് ദോഷമാകാൻ ഉണ്ടാക്കിയതല്ല, അത് അതിന്റെ പണി ചെയ്യേണ്ടടുത്ത് പോയി പണിയാൻ പറ. അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് അത് വിട്ടുമാറി നിനക്ക് പ്ലേ ചെയ്യേണ്ട സ്ഥലം ഇതല്ല, ദൈവം നിനക്ക് തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥലം ഇതല്ല, ഇവിടെ നിന്നും മാറി നീ ചെയ്യേണ്ടടുത്തേക്ക് വിട്ടുമാറിപ്പോയി കൽപ്പിക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ ആ പ്രാർത്ഥന പായിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരു വചനം എൻ്റെ അടുത്തേക്ക് ജ്ഞാനം പോലെ, ഒരു വചനത്തിന്റെ ജ്ഞാനം പോലെ എൻ്റെ അടുത്തേക്ക് വന്ന് ആ വചനം ഞാൻ പറഞ്ഞു, ആ വചനം പ്രാർത്ഥിച്ചു. അന്ന് സന്ധ്യ ആവുമ്പോഴത്തേക്ക് ദൈവം എന്നോട് പറഞ്ഞു താങ്ക്സ് ഗിവിംഗ് പ്രയർ സെറ്റ് ചെയ്യാൻ പറഞ്ഞു വീട്ടിലെ. അന്ന് തന്നെ ഉച്ച സമയത്ത് ഇതറിഞ്ഞു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ കർത്താവ് എന്നോട് പറയാ താങ്ക്സ് ഗിവിംഗ് പ്രയർ സെറ്റ് ചെയ്യാൻ. അതായത് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി. ആ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാൻ കൊടുത്തു. ഞാൻ തുള്ളിച്ചാടി വീട്ടിൽ നിന്ന് സന്തോഷിച്ച് പാട്ടുപാടാൻ തുടങ്ങി. ഞാൻ എന്തിനാണെന്നറിയോ ഓവർ സന്തോഷിച്ചത്? കാരണം ഈ കുട്ടികളിൽ ന്യൂസ് അറിയരുതേ എന്നുള്ളതില്ല. ഞാൻ ഓവർ ഹാപ്പി ആയി കാണിക്കാൻ തുടങ്ങി, മറ്റുള്ളവർ ഓവർ സന്തോഷം കാണിക്കാൻ തുടങ്ങി. കുട്ടികൾ വെപ്രാളപ്പെടാതിരിക്കാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ദൈവ കൃപ എന്നേ പറയത്തുള്ളൂ. അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുവാനിടയായി. പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിലും കോംപ്ലിക്കേറ്റ്, ലങ്സിൽ ക്ലോട്ട് വന്നു, മൂക്കിൽ ശ്വാസം കൊടുത്തു, വെന്റിലേറ്ററിൽ മാറ്റും. ഒരു ദിവസം സന്ധ്യയ്ക്ക്, അന്ന് ഏറ്റവും കൂടുതലോ സൂം മീറ്റിംഗ്, സ്കൂളിലല്ലോ ക്ലാസ്സുകളിലല്ലോ സൂം മീറ്റിങ്ങുകളിൽ ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്ന ദിവസമാ സമയമായിരുന്നു. അപ്പോ പ്രൈസ് ഗോഡ്. അപ്പം ഒരു ദിവസം ഞങ്ങൾ സന്ധ്യയ്ക്ക് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണുക അച്ഛനെ ഒരു ട്രോളിയിൽ ഇങ്ങനെ ഉന്തി ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് കാണുവാന്ന്. അപ്പൊ അങ്ങനെ എന്തോ ഒരു ചിത്രം ഞാൻ കണ്ടു. അവളെ അറിയാം, അന്ന് 6ാം ക്ലാസ്സിലാണ് കുഞ്ഞ് പഠിക്കുന്നത്. ഒരു ചിത്രം ഞാൻ കണ്ടു, അച്ഛനെ ഇങ്ങനെ ഒരു ട്രോളിയിൽ ഇരുത്തി ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. സത്യം പറയട്ടെ, അന്ന് ഉച്ചയ്ക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് വന്നിരിക്കുക, നിങ്ങളെ ഹസ്ബൻഡിനെ ഇവിടെ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവാന്ന്. വെന്റിലേറ്ററിൽ മാറ്റിയ ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. എൻ്റെ അനിയന് വെന്റിലേറ്ററിലേക്ക് മാറ്റുക പറഞ്ഞപ്പോ എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു, ഒത്തിരി ഇവിടുന്ന് അപ്സെറ്റ് ആയി തുടങ്ങി. റമനാശിക അപ്പൊ പക്ഷെ എൻ്റെ മോൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോ, ഞാൻ ഒരു ദർശനം കണ്ടു. പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിന്റെ നാമത്തിൽ അതിനെ പ്രാർത്ഥിച്ച് ക്യാൻസൽ ചെയ്തു. പ്രിയ ദൈവത്തിന്റെ ജനമേ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഇല്ലേ റമനാശിക ദൈവം ആ വെന്റിലേറ്ററിലേക്കുള്ള മാറ്റു വേണ്ട എന്ന് പറയത്തക്ക രീതിയിലെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വരുവാനിട വന്നു. കാരണം എന്തോന്നറിയോ, വെന്റിലേറ്ററിലേക്ക് മാറ്റി അവിടെ നമ്മൾ വിചാരിക്കുന്ന ശ്രദ്ധ കിട്ടുന്നല്ലേ, ആരും ശ്രദ്ധിക്കത്തില്ല.
അവിടെ കിടന്ന ആള് പോകത്തേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഇടവരരുതേ. റൂമിനകത്ത് അവിടെ കിട്ടുന്നത് മതി, മറ്റുള്ളിടത്തേക്ക് ആരും പോയി നോക്കത്തില്ല. അവിടെ എല്ലാവരും മനുഷ്യരല്ലേ, നമ്മളിന്ന് പുറത്ത് കാണും, എല്ലാവർക്കും ഭയം ഉണ്ടാകത്തില്ലേ. താങ്ക് യു ലോഡ്. അന്ന് സന്ധ്യയ്ക്ക് മുന്നേ എനിക്ക് ന്യൂസ് കിട്ടി, വെന്റിലേറ്ററിലേക്ക് പോകുന്നില്ല, തിരിച്ച് റൂമിലേക്ക് തന്നെ ആക്കാൻ ഡോക്ടർ റിപ്പോർട്ട് വരുവാനിട വന്നു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞു വന്നത് റമന ശിഖറബവ, ഈ വചനം, സ്വർഗത്തിലിരിക്കുന്ന വചനം ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ? ആ ദൈവത്തിന്റെ വചനത്തെ അടർത്തിയെടുത്ത് ആദിയിൽ സൃഷ്ടിച്ച ആ സൃഷ്ടി, ആദമിനെ സൃഷ്ടിച്ചപ്പോ ആദമിനെ സൃഷ്ടിച്ചതിൽ ശ്രേഷ്ഠകരമായ ഒരു സൃഷ്ടി മറിയയുടെ ഉദരത്തിൽ കന്യകയായിരിക്കുമ്പോൾ തന്നെ സാംസങ്ങിന്റെ കമ്പനി വേണ്ടായിരുന്നു ദൈവത്തിന്, നോക്കിയയുടെ കമ്പനി വേണ്ടായിരുന്നു, ഐഫോണിന്റെ കമ്പനി വേണ്ടായിരുന്നു, ഒരു കമ്പനി വേണ്ട, ജീവൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാൽ ഉണ്ടാകുന്ന ദൈവ പരിശുദ്ധാത്മാവിനെ കന്യകയാകുന്ന മറിയയുടെ ശരീരത്തിന്മേൽ പരിവർത്തിച്ച് ഒരു പുതിയ സൃഷ്ടിപ്പ്, ഒരു പുനഃസൃഷ്ടിപ്പ്. ഞാൻ പറയാ, ദൈവം 6 ദിവസത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സൃഷ്ടിപ്പ് ഉണ്ടാക്കിയത് സാധാരണ മനുഷ്യനായിട്ടല്ല, ഒരു അസാധാരണ സൃഷ്ടിപ്പ് മറിയയുടെ ഉദരത്തിൽ നൽകി. അതായിരുന്നു യേശു ഭൂമിയിലേക്ക് വന്നത് ഈ മൊബൈൽ ലൗഡ് സ്പീക്കർ പോലെയാ, സ്വർഗത്തിലിരിക്കുന്ന ഒരു ലൗഡ് സ്പീക്കർ പോലെയായിരുന്നു അല്ലേ? നമുക്കറിയാലോ അല്ലെ? ഞാൻ ആ വചനം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, എവിടെയാന്ന് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. യേശു ഇങ്ങനെ പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല, എന്റെ പിതാവ് എന്നോട് എന്ത് പറഞ്ഞോ അതേ എനിക്ക് ചെയ്യുവാനുള്ളൂ, എനിക്ക് സ്വയമേ ഒന്നും ഈ ഭൂമിയിൽ ചെയ്യാനില്ല. ഈ മൊബൈൽ പറയോ നമ്മളോട്, ഞാൻ സ്വന്തം ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയോ? നോക്കിയ പറയോ സ്വന്തം ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയോ? ഈ മൊബൈലിന് ഒന്നും ഇല്ല. ഇതിനകത്ത് ആരെയും സംസാരിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് സംസാരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ മൊബൈലിനകത്തേക്ക് നമുക്ക് അതത് സമയത്തുള്ള മെസ്സേജും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും അല്ലെ? കാര്യങ്ങളും മൊബൈൽ വർക്ക് ചെയ്യും, പല കാര്യവും അല്ലെ? പ്രൈസ് ഗോഡ്, താങ്ക് ഗോഡ്. മൊബൈലിന് സ്വയമേ സംസാരിക്കാൻ കഴിയാത്തതുപോലെ യേശു പറയും, എനിക്ക് സ്വയമേ ഒന്നും നിങ്ങളോട് സംസാരിക്കാനില്ല. സ്വയമേ ഒന്നും സംസാരിക്കുക മാത്രമല്ല, പ്രവർത്തിക്കാനും ഇല്ല. സ്വർഗത്തിലെ ദൈവം എന്തിനാണോ എന്നെ ഇങ്ങോട്ട് അയച്ചത് ആ പ്രവൃത്തി ഞാൻ ചെയ്യും. ദൈവം എന്നോട് പറയാവുന്നത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ അല്ലെ? പല പിശാച് വന്നു മരുഭൂമിയിൽ നിന്ന് വാദിച്ചപ്പോഴില്ലേ, ദൈവം പറയാത്തൊരു കാര്യം യേശു പിശാചിനോട് പറഞ്ഞില്ല. പരീശന്മാർ പലതും പറഞ്ഞു, നീ രാജാവാണൊന്ന് കാണിച്ചു തന്നെ, നീ ഒന്ന് കാണിച്ചു താ, രാജാവാണോ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തേ എന്നൊക്കെ വെല്ലു പറയുമ്പോ യേശുവിന് വേണേ പറയായിരുന്നു, യേശുവിന് അതിന്റെ ശക്തി ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ട്, ദൈവവും ദൂതന്മാരുണ്ട്, പലതും ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും ദൈവം ചെയ്യാൻ പോയില്ല. ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ കമാൻഡ് എന്താണോ, ഇന്ന് ഞാൻ ഇവിടുന്ന് പുറപ്പെടുമ്പോ എന്ത് സ്വരമാണോ മുന്നിലിരിക്കുന്ന ഡിവൈസിൽ കേൾക്കുന്നത്, റമന ശിഖറബവ, അതേ കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതുപോലെയായിരുന്നു സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം പറഞ്ഞത് തന്നെ ഭൂമിയിലേക്ക് റിലീസ് ചെയ്യുന്ന ഒരായുധം, ഒരു ഉപകരണമായി. എന്താ പറയാ, റമന ശിഖറബവ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇളയ തൈ പോലെ, എന്താ പറയാ, അവൻ ഇളയ തൈ പോലെയായിരുന്നു എന്നാ പറഞ്ഞ, തന്നെത്താൻ ഏൽപ്പിച്ച് മനുഷ്യരുടെ ഇടയിൽ കൃപ നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു, സത്യം നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. കർത്താവ് സഞ്ചരിക്കുന്ന ഒരു മൂവിങ് ടെമ്പിൾ ആയിട്ട് ആരും മാറി, യേശു ഭൂമിയിൽ പാർത്തു. താങ്ക് ഗോഡ്. അതുകൊണ്ട് വചനത്തെ ദൈവത്തിൽ നിന്ന് അടർത്തിയെടുത്ത്, ആ അടർത്തിയ വചനത്തെ ജഡമായി ഭൂമിയിലേക്ക് അയച്ചു ദൈവം. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാവോ? മനുഷ്യരുടെ ഇടയിൽ പാർത്തു. താങ്ക് യു ലോർഡ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. ഇന്ന് നമുക്കറിയാം ഈ മൊബൈലിന്റെ ഫംഗ്ഷനിലെ, ഞാൻ കൂടുതൽ ഒന്നും കൂടി പറയാം, ഈ മൊബൈൽ എന്ന് പറയുന്ന കാര്യം, ഈ മൊബൈൽ എന്ന് പറയുന്ന, ഇപ്പോൾ മൊബൈൽ ഇറങ്ങുമ്പോൾ തന്നെ പണ്ടത്തെ മൊബൈൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആകെ ഒരു പാമ്പും കോണിയും കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, പണ്ടത്തെ നോക്കിയ, ഞാൻ കളിച്ചത് കൊണ്ടാണ്, പണ്ട് കുഞ്ഞായിരിക്കും അല്ലെ? നമുക്കറിയാം ഇതിനകത്ത് വേറെ ഒന്നും കേൾക്കാനില്ല. പണ്ടത്തെ നോക്കിയ മൊബൈലിനകത്ത് വേറെ സെറ്റിങ്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ. സിം ഇട്ടാൽ മാത്രം അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പാട്ട്, ഒരു മ്യൂസിക് കേൾക്കാം, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അതിൽ സാധിക്കത്തില്ലായിരുന്നു. അതുപോലെ പക്ഷെ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ കേൾക്കാൻ പറ്റും. പക്ഷെ പ്രൈം ആയിട്ടുള്ള പർപ്പസ് മൊബൈൽ സെറ്റിനുകൊണ്ട് മാത്രം സാധിക്കുമോ? ഇല്ല. ഒരു മൊബൈലിന്റെ പ്രൈം ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താ? ആ മൊബൈലിനകത്തേക്ക് ഒരു സിം ഇടുമ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കണം അല്ലെ?
അതല്ലേ? പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഈ മൊബൈൽ എന്ത് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. അത് ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, ഇത് ഉണ്ടാക്കിയതിന്റെ കറക്റ്റ് പർപ്പസ് ഇതിനകത്ത് നടക്കണമെങ്കിൽ ഇതിനകത്ത് നമ്മളൊരു സിം ഇടണം, അല്ലെ? സിം ഇട്ടെങ്കിലും മാത്രമേ അത് ആ മൊബൈൽ അത് രജിസ്റ്റേർഡ് ആകത്തുള്ളൂ. ആ കർത്താവ് എന്നോട് പറയാം, നമ്മൾ യേശുവിനെ വിശ്വസിച്ചു. നമ്മൾ യേശുവിനെ വിശ്വസിച്ചതിന് ശേഷമില്ലേ, നമ്മൾ ആ വിശ്വസിച്ച കർത്താവിനെ, നമ്മൾ ഇന്ന് ആ മൊബൈൽ ഫോൺ പോലെ ആണെങ്കിൽ നമ്മൾ ഈ മൊബൈൽ ഫോൺ ഇതിനകത്തേക്ക്, സപ്പോസ് ഈ മൊബൈൽ ഫോണിനകത്തേക്ക് നിങ്ങൾ ഒരു സിം ഇൻസേർട്ട് ചെയ്യുക. ഈ സിം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണിൽ എന്താണ് അറിയാമോ സംഭവിക്കുന്നത്? താങ്ക് യു ലോർഡ്, താങ്ക് യു സിസ്റ്റർ. എനിക്ക് സ്വയമായത് ജോൺ 14:10 നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറയാം. ജോൺ 14:10 അതിലറിയാം, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആ വചനം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്. താങ്ക് ഗോഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ മൊബൈലിനകത്തേക്ക് നമ്മൾ ഈ സിം ഇടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ മൊബൈലിനകത്തുള്ള സിം കാർഡ് കോടാനുകോടി കിലോമീറ്റർ അപ്പുറം ഇരിക്കുന്ന ശൂന്യാകാശത്തിരിക്കുന്ന സാറ്റലൈറ്റുമായിട്ട് കണക്റ്റഡ് ആവുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെയല്ലേ? മൊബൈൽ ഇടുന്ന സമയത്തില്ലേ കോടാനുകോടി കിലോമീറ്റർ അപ്പുറം ഇരിക്കുന്ന സാറ്റലൈറ്റുമായിട്ടായി ഈ മൊബൈൽ കണക്റ്റഡ് ആവുന്നത്. നമ്മൾ കാണുന്നുണ്ടോ ഈ മൊബൈലിൽ ഒരു മിസൈൽ പോലെ എന്തെങ്കിലും അങ്ങ് ശൂന്യാകാശം വരെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, അല്ലെ? ഇവിടെ നിന്ന് ഒരു ഇടിമിന്നൽ പോലെ എന്തെങ്കിലും ഒരു മിന്നൽ പിണർ എന്താ പറയാ സാറ്റലൈറ്റിൽ പോയി തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ? അന്തരീക്ഷത്തിൽ ഒരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിനകത്തേക്ക് സിം ഇടുന്ന സമയത്ത് ഇതിനകത്ത് യഥാർത്ഥ ഫങ്ഷൻ ചെയ്യുന്നു. നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് എന്താ പറയാ കുറയുമ്പോൾ മെസ്സേജ് നമുക്ക് വരുന്നു. നമ്മുടെ ഇപ്പോ ഹെൽത്ത് ഇഷ്യൂസ് വരെ നമ്മളെ മൊബൈലിൽ കാണിക്കുന്നതാണ്. പലതരത്തിലുള്ള മെസ്സേജ്, ക്ലൈമറ്റ്, നമ്മളെ ചുറ്റും ജോലി സാധ്യത, ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഇതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം സിം ഇടുമ്പോൾ ആ സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? താങ്ക് ഗോഡ്. ഇതൊരു സയന്റിഫിക് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഷോപ്പിംഗ് ഡോർ ഡെലിവറി ഉണ്ട്. പാല് വാങ്ങിച്ച സമയത്തില് ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ആളെടുത്ത് പാല് വാങ്ങി. എന്റെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടായിരുന്നു, ഒരു സിം കാർഡ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലേ, ഈ ക്രെഡിറ്റ് കാർഡ് ഞാൻ അയാൾ കൊണ്ടുവന്ന മെഷീനിലേക്ക് പ്രസ് ചെയ്ത സമയത്ത് എന്റെ അക്കൗണ്ടിൽ നിന്ന് 15 ദിറംസ് പോയി, അല്ലെ? ആ കടക്കാരന്റെ അക്കൗണ്ടിലേക്ക് 15 ദിറംസ് ആഡ് ആയി. സംഭവിച്ചില്ലേ? ആ എന്റെ അക്കൗണ്ടിൽ നിന്ന് 15 ദിറംസ് പോയി. ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. പണ്ടത്തെ കാലത്ത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അച്ഛന് ബാങ്ക് മാനേജർ ആയിട്ടാണ് റിട്ടയർഡ് ചെയ്തത്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ മാനേജർ ആയിരുന്നു. എനിക്കറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ പോകുന്നത്, അതുകൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. അന്നേരം എനിക്കറിയാം, നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസ എൻകാഷ് ചെയ്ത് എടുക്കണമെങ്കിൽ, ഒരു ചെക്ക് എൻകാഷ് ചെയ്ത് എടുക്കണമെങ്കിൽ എത്ര സമയം, ഒരു ദിവസത്തെ ഹാഫ് ഇവിടെയുള്ള പ്രായമുള്ള അമ്മമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. അവരൊരു പൈസ ബാങ്കിൽ പോയി വാങ്ങണമെങ്കിൽ ഒരു ദിവസം ഇല്ലേ അമ്മ, ഒരു ദിവസത്തെ നമ്മുടെ ഹാർഡ് വർക്കാ. ഒരു ദിവസം രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് പുറത്ത് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടൊക്കെയല്ലേ തിരിച്ചു വരാൻ പറ്റൂ. ബാങ്കിൽ പോയാല് എത്ര മണിക്കൂറുകൾ ചെലവഴിക്കുന്ന സമയമാ. ഞൊടിയിടയിൽ പറഞ്ഞാട്ടെ, ഞൊടിയിടയിൽ. എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ, ഞൊടിയിടയിൽ. ഞൊടിയിടയിൽ, സെക്കൻഡ് കൊണ്ട്. ഇതാ ഞൊടിയിടയിൽ എന്ന് കർത്താവ് പറയുമ്പോൾ ചില കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഞാൻ അതിനൊരു സയന്റിഫിക് പ്രൂഫ് പറയാം. ഒരു ദിവസം എടുത്താൽ ആ ഒരു ബാങ്കിലെ പൈസ ക്യൂ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ. അതിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? കോഴിക്കോടുള്ള അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കണ്ണൂരാണെങ്കിൽ കണ്ണൂരുള്ളടത്ത് പോയിട്ട് അവിടുത്തെ 2 ഓഫീസിലും പോയി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും ചെയ്യേണ്ടി വരും. ചിലപ്പം ആകത്തില്ല. എന്നാൽ ഞൊടിയിടയിൽ ആ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ അക്കൗണ്ടിലെ പൈസ ഡെബിറ്റ് അതിൽ നിന്ന് എന്ത് ചെയ്തു മാറി മറ്റേയാളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ നോട്ടുകൾ പറന്നു പോയി അവിടെ വീഴുന്നത് ഞാൻ കാണുന്നുണ്ടോ? പലതും ഇന്ന് മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, അല്ലെ? ആ അക്കൗണ്ടുകാരൻ പോകുമ്പോ പാലിന്റെ പാത്രം പൈസയും വാങ്ങി പോകുമ്പോ അവരെ മെഷീനിലേക്ക് പറന്നു വീഴുന്നത് കാണുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും കണ്ണുകൊണ്ട് കാണുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നില്ലേ?
പ്രൈസ് ഗോഡ്, നമ്മൾ അത് അനുഭവിക്കുന്നില്ലേ? നമ്മുടെ ഞാൻ ഇന്നുള്ള ജെന്യൂൻലി ഉള്ള എക്സാമ്പിൾ വെച്ച് പറയും, പലതും നമ്മളെ ചുറ്റുപാട് സംഭവിക്കുന്നു. എന്നാ ദൈവം പറയാ, വിശ്വസിച്ചൊരുവൻ വാക്ക് കൽപ്പിക്കുമ്പോ അത് ചെയ്തെടുക്കു തരുവാൻ വേണ്ടി ദൂതന്മാരെയും ഏഞ്ചൽസിനെയും ഗരൂബുകളെയും മാലാഖമാരെയും നമുക്ക് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി ദൈവം നേരത്തെ ഒരുക്കി വെച്ചിരിക്കുക. പ്രൈസ് ഗോഡ്, അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മൾ പലതും ഇത് വരുന്നതും പോകുന്നതും നോക്കി നിൽക്കുക. അയ്യോ, ദൂതനെ സിസ്റ്റർ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ദൂതനെ കണ്ടില്ലല്ലോ. ഓ, മാലാഖിനെ കണ്ടു എന്ന് പറയുന്നല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനിത് ഇതാ പറയുന്ന സമയത്ത് ഇത് ചെയ്യുന്ന പലരും പറഞ്ഞല്ലോ. അതെങ്ങനെയാ സംഭവിക്കുക? ഇത്തിരി ബുദ്ധിമുട്ടാ. 1 വർഷം പഠിക്കേണ്ട സാധനം 1 ദിവസം കൊണ്ട് പഠിച്ചാൽ തീരുമോ? ഇല്ല അല്ലെ? 1 വർഷം പഠിച്ചെടുക്കേണ്ട കാര്യം നമുക്ക് 1 ദിവസം കൊണ്ട് പഠിച്ചാൽ ഒന്നും സാധിക്കത്തില്ല അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികൾ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഒത്തിരി ടെസ്റ്റ് മണി എനിക്കുള്ളത് കൊണ്ട് ഏത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്, എന്റെ മോന് 10ാം ക്ലാസ് ആയ സമയത്തില്ലേ, പ്രൈസ് ഗോഡ്, താങ്ക് യു ലോർഡ്, എന്റെ സമയം കഴിയാനായി എന്ന് തോന്നുന്നു. എന്റെ മോൻ 10ാം ക്ലാസ് ആയ സമയത്തില്ലേ, അവന് എല്ലാ സബ്ജക്റ്റും പഠിക്കും. ഞങ്ങൾ കർത്താവിൽ വിശ്വാസത്തിലൊക്കെ വന്നതാണല്ലോ. കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രമേ പഠിക്കത്തുള്ളൂ അല്ലെ? അനാവശ്യമായിട്ടുള്ളതൊന്നും പഠിക്കാൻ വില്ലിങ്ങല്ല. അപ്പൊ അവൻ പറയാ, സോഷ്യൽ സ്റ്റഡീസ് പഠിക്കേണ്ട കാര്യം എന്താ? സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം മതിയില്ലേ? അതിന് നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിലെ രാജാക്കന്മാരുടെ പേര്, പണ്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു തോന്നൽ ആളെ ഉള്ളിൽ വന്നു. ഇത് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ സോഷ്യൽ സ്റ്റഡീസിന് നമ്മളൊക്കെ ഓപ്പൺ ഹൗസ് ഉണ്ടാവുമല്ലോ, സ്കൂളിൽ മീറ്റിങ്ങിൽ കുട്ടികളെ പേപ്പർ എടുത്ത് പോകുമ്പോൾ സാർ പറയുന്നേ, ഓരോ വരി വായിച്ച് പഠിക്കണം. ഒരു പാരഗ്രാഫിന്റെ ഓരോ ലൈൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അതിൻ്റെ അകത്തുള്ള ഓരോ വരിയും അതിൻ്റെ അകത്ത് 1 വേർഡ് ആൻസർ ഉണ്ടോ, വർഷങ്ങളുണ്ടോ, റൗണ്ട് ചെയ്ത് പഠിക്കണം. എങ്കിലേ എന്നോട് പറയാ, മാഡം നിങ്ങൾക്ക് കുഞ്ഞിന് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. അത് ഞാൻ മോനോട് പറയും, മോനെ കേട്ടോ, ഓരോ ലൈൻ പഠിക്കണോ? അവൻ തലയാട്ടി നിൽക്കുക, അത് പഠിച്ചത് തന്നെ എന്നുള്ള മട്ടില്. കാരണം എന്താ, അവനിത് പഠിക്കാതെ പറഞ്ഞാൽ മാത്സും സയൻസും ഒക്കെ പിന്നെ ഓക്കെ, ഈ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല 1 വേർഡ് ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ എടുത്തു കൊടുക്കും, പ്രിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കും. പരീക്ഷ എഴുതിയിട്ട് പറയും, അമ്മ എടുത്തു തന്ന ഒരു സാധനവും ചോദിച്ചിട്ടില്ല, വേറെ എന്തോ ചോദിച്ചത്. അതുകൊണ്ട് അവന് മനസ്സിലായി, സത്യം എന്ന് വെച്ചാൽ ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ച് സുമാർ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്ന. പക്ഷെ പരീക്ഷയുടെ മുന്നേയുള്ള എക്സാമിനേഷനൊക്കെ വന്നു നോക്കുമ്പോൾ 100-ൽ 47 മാർക്ക്. 10ാം ക്ലാസ് ആണ് നോക്കണേ, 10th 100-ൽ 47 മാർക്ക്, 100-ൽ 50 മാർക്ക്, ഇങ്ങനെയൊക്കെ മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഭയങ്കര അസുഖം എന്നല്ല, ഭയങ്കര വിഷമായി. എന്താ, ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് എങ്ങനെ മാർക്ക് കിട്ടും? ഒരു 95% അപ്പോ ബാക്കി എല്ലാ സബ്ജക്റ്റിനും 90% അപ്പോ മാർക്ക്, ഇതിന് മാത്രം ഭയങ്കര മഹാ ഉഴപ്പ്. ഞാൻ പറഞ്ഞു, ഒന്നിന് മാത്രം നിനക്ക് മാർക്ക് കുറഞ്ഞാൽ ബാക്കി ടോട്ടൽ മാർക്ക് കുറയും. ഒരു ദിവസം സന്ധ്യക്ക്, പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 2 വീക്സ് ഉള്ള സമയത്ത്, പരീക്ഷയ്ക്ക് 2 ആഴ്ചയുള്ള സമയത്ത്, ഒരു ദിവസം സന്ധ്യക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിൽ, എന്റെ മോൻ കീബോർഡ് വായിക്കും, മോള് വർഷിപ്പ് ചെയ്യും, ഞങ്ങളിങ്ങനെ 1 മണിക്കൂർ ഞങ്ങളെ വർഷിപ്പ്, പ്രാർത്ഥന ഹാഫ് ആൻ അവർ ഉണ്ടാവോന്ന് അറിയത്തില്ല, 10-20 മിനിറ്റ് പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഒരു ഏകദേശം 1 അവർ ഞങ്ങൾ എന്ത് ചെയ്യും, വർഷിപ്പ് ചെയ്യും. ഒരുപാട് പാട്ടുകൾ ആത്മാവിൽ ഇങ്ങനെ പാടും, ഒരുപാട് നേരം വർഷിപ്പ് ചെയ്യും. എന്റെ പ്രാർത്ഥന മുഴുവൻ കർത്താവിനോട് ഞാൻ കഴിക്കുന്ന ടൈം എന്റെ വർഷിപ്പ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഹേർട്ടിനകത്താണ് ഞാൻ ജോനെ വെച്ചിരിക്കുന്നത്. ഞാൻ പാടുമ്പോൾ ചർച്ചിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ പ്രാർത്ഥന മുഴുവൻ അവള് പാടുമ്പോഴാണ്, എന്റെ വർഷിപ്പിലാണ് എന്റെ കർത്താവ് എന്ത് ചെയ്യുന്നത്, എന്നോട് ഇടപെട്ട് എന്റെ ലൈഫിൽ അങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ വർഷിപ്പ് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, 97 എന്ന് പറയുന്ന ഒരു നമ്പർ എന്നെ എഴുതി കാണിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ എന്റെ ഉള്ളിൽ വരിക, ഞാൻ പറഞ്ഞു, മോനെ, നിനക്ക് 10ാം ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസിന് കിട്ടാൻ പോകുന്ന മാർക്ക് 97 എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസിക്കാൻ പറഞ്ഞു. അതിന് 97 എന്തായാലും കിട്ടത്തില്ല, ഒരു 77 ഒക്കെ കിട്ടിയാൽ നല്ലത് എന്ന് അവൻ ആഗ്രഹിക്കുക. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ പെട്ടെന്ന് ആമേൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അവൻ ആമേൻ 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 ചാടി പറഞ്ഞു. പ്രൈസ് ഗാഡ്. അത്ഭുതം ഒന്ന് പറയട്ടെ, 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു നോക്കുമ്പോ എന്റെ മോന്റെ സോഷ്യൽ സ്റ്റഡീസിന്റെ മാർക്ക് 97. പ്രൈസ് ഗോഡ്. കറക്റ്റ് ഷാർപ്പ് 97 മാർക്ക്. അന്ന് ഞാൻ ഇതൊരു എന്താ പറയാ, എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളൊരു വഴി മനസ്സിലാകാൻ ഇട വന്നു. ഇതൊക്കെ ഞാൻ ടെസ്റ്റിമണി പറയുന്നത്, ചില എക്സ്പീരിയൻസ് നമുക്ക്
കർത്താവുമായിട്ടുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുമ്പോഴേ ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടുന്നത് എന്ന് നമുക്ക് അറിയത്തുള്ളൂ. ഇതൊരാളെ മുന്നിൽ ടെസ്റ്റിമണി പറയാനോ എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് കാണിക്കാനോ ഒന്നുമല്ല. ഞാൻ എല്ലാവരോടും പറയാ, ഇതിന്റെ അകത്ത് ഏത് ഏജിലുള്ള ഞാൻ പറയാം, എന്റെ വെല്ലുമ്മയ്ക്ക് ഇന്ന് 100 years ആയി. ഞാൻ പറയാ, ആ ഏജിലുള്ള ആളാണെങ്കിലും ഒരു ചെറിയ കുട്ടിയാണെങ്കിലും കർത്താവുമായിട്ട് പേഴ്സണലി ഒരു വചനത്തിന്റെ എൻകൗണ്ടർ ഉണ്ടാകണം. ഈ വചനവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ വചനവുമായിട്ട് നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടായാൽ നമ്മുടെ അവസ്ഥകൾ മാറും. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. അതുകൊണ്ട് ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ദൈവത്തിന്റെ വചനം. ഈ വചനത്തെ നമ്മൾ ഭക്ഷിക്കണം, ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം, ഈ വചനത്തിൽ നമ്മൾ ജീവിക്കണം. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമായി, യേശു ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാണെന്നറിയാവോ? 2 ലഗേജുമായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നേ. ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയാ, ഞങ്ങളെ കയ്യിൽ മിനിമം 2 ലഗേജ് ഉണ്ടാവും അല്ലെ. എല്ലാവരും വരുമ്പോ 2 ലഗേജ് നമുക്കും ഉണ്ടാവും ഗൾഫിൽ നിന്ന് വരുമ്പോ അല്ലെ. കുറെ ചോക്ലേറ്റ്സ് ഉണ്ടാവും, കുഞ്ഞുങ്ങളാണെങ്കിൽ കുറെ ടോയ്സ് ഉണ്ടാവും, പുതിയ ഉടുപ്പുകൾ ഉണ്ടാവും. പ്രൈസ് ഗോഡ്, താങ്ക് യു ലോർഡ്. അപ്പൊ എന്നാ എന്റെ ദൈവവും സ്വർഗത്തിൽ നിന്ന് വന്നത് 2 ലഗേജാ. ഏതാ ആ 2 ലഗേജ് എന്നറിയാവോ? യേശു കൃപയും സത്യവും നിറഞ്ഞവനായി സ്വർഗത്തിൽ നിന്ന് വന്നു. ഗ്രേസ് ആൻഡ് ട്രൂത്ത്, 2 ലഗേജസ്. ദൈവ സ്വർഗത്തിലേക്ക് നിറച്ചു കൊണ്ടുവന്ന 2 ലഗേജാണ്. കൃപ നിറച്ചു, സത്യം നിറച്ചു. 2 ലഗേജുമായിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യരുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു എന്നറിയാം? തന്റെ മുന്നിൽ ഇരിക്കുന്ന ജനത്തിന്റെ കയ്യിലേക്ക് കൃപയും സത്യവും വാരി വിതറി, ചോക്ലേറ്റ് വാരി വിതറി കൊടുക്കുന്നത് പോലെ അല്ലെ. നമ്മൾ ചോക്ലേറ്റിൽ കുഞ്ഞുങ്ങൾക്ക് അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക്, ആർക്കൊക്കെയാണോ ഇല്ലാത്തവർക്ക്, ആഗ്രഹമുള്ളവർക്ക്, ദാഹമുള്ളവർക്ക് വാരി വിതറിക്കൊടുത്തു. എന്ത്? കൃപയും സത്യവും, കൃപയും സത്യവും, കൃപയും സത്യവും അവന് വാരി വിതറി എന്ത് തന്റെ ജനത്തിന് കൊടുത്തു. പ്രൈസ് ഗാഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോ എല്ലാവർക്കും അറിയുന്ന വചനമായതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അതിന്റെ ഒരു വേർഡ് പോലെ എനിക്ക് ഹൈലൈറ്റഡ് ആക്കാതെ പോകാൻ തോന്നില്ല. ആ വചനം നിങ്ങൾ വായിക്കണം. ഒന്നും കൂടി ഞാൻ വായിക്കുകയാണേ. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ ഈ വചനം? ഒന്നും കൂടി ഒന്ന് വായിക്കാമോ? ജോൺ 1:1 വാക്യങ്ങൾ. ആദിവചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന പേർ. അതിനകത്ത് 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ അധികാരമാണ് ഞാൻ പറഞ്ഞ സിം എന്ന് പറയുന്നത്. അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഈ സിം കാർഡ് പോലെയാ സാൽവേഷൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം. ഈ ഫോണിനകത്ത് യഥാർത്ഥ ഫങ്ഷൻ, നമ്മുടെ ബോഡി, ഈ ഫോണ് നമ്മുടെ ശരീരമാണെന്നും യേശുവിന്റെ ശരീരം പോലെ ഈ ഫോണ് നമ്മുടെ ശരീരമാണ്. ഫോണ് വർക്ക് ചെയ്യുന്നത് പോലെ ഇതിനകത്ത് സിം ഉള്ളത് പോലെ നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അവനെ കൈക്കൊണ്ട്, ഈ ഫോണിനകത്ത് സിം ഇരിക്കുന്നത് പോലെയാ അവനെ കൈക്കൊള്ളുമ്പോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വരുന്നത് എന്താണെന്നറിയാവോ? സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം തന്നു. റമനാശ എങ്ങനെയാ യേശു മകനായത്? ആ വചനത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട്, ആ പരിശുദ്ധാത്മാവിൽ ഹൃദയത്തിൽ വിശ്വസിച്ച്
ആ ദൈവപുത്രനായി അല്ലെ സ്നാനപ്പെടുന്ന സ്വർഗത്തിൽ നിന്ന് ഓൾറെഡി ദൈവപുത്രൻ എന്ന് അറിയുന്നതല്ലേ, രണ്ടാമത് എന്തിനാ ഒരു ദൈവപുത്രൻ എന്നുള്ളത് ഒരു കേൾവി. പക്ഷെ സ്നാനപ്പെട്ട അവനെ കൈക്കൊണ്ടു അല്ലെ. യേശു എന്തിനാ യേശുവിന് ദൈവപുത്രൻ എന്നുള്ള സ്പെഷ്യൽ ലേബലിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ അത് നമുക്കൊരു മുൻകുറിയായിട്ടാ വിടാൻ, നമുക്കൊരു അടയാളമായിട്ടാ, നമുക്കൊരു മാതൃകയായിട്ടാ അത് വന്നിരിക്കുന്നത്. യേശു ബാപ്റ്റിസ കുളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അവനെ കൈക്കൊണ്ട്, ദൈവത്തെ കൈക്കൊണ്ട്, മനസാന്തരത്തെ കൈക്കൊണ്ട് അല്ലെ, യോഹന്നാന്റെ കയ്യിൽ മനസാന്തരപ്പെട്ട് കർത്താവിന്റെ പാപങ്ങളെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തിനാ കർത്താവ് യേശുവിന് സ്നാനത്തിന്റെ ആവശ്യം എന്താ? എന്നോട് പറയാ, ജനിച്ചത് മനുഷ്യനായതുകൊണ്ട് സ്നാനം ചെയ്തതാ. ആ സ്വരൂപം ഇല്ലേ, അത് മനുഷ്യന്റെ സ്വരൂപത്തിൽ വന്നത് കൊണ്ട്, മറിയയുടെ ഉദരത്തിൽ അങ്ങനെ ഒരു മനുഷ്യന്റെ അംശം അതിൽ വന്നതുകൊണ്ട് മാത്രം യേശു എന്ത് ചെയ്തത്, ഒരു മനുഷ്യ ജഡത്തിന്റെ ഒരു ജഡതലത്തിലേക്ക് താഴ്ത്തപ്പെട്ടത് കൊണ്ട് മാത്രം യേശു എന്ത് ചെയ്തത്, സ്നാനമേറ്റത്. അത് നമുക്കൊരു മുൻകുറിയ. നമ്മൾ മനുഷ്യനെങ്കിൽ മനസാന്തരത്തിനായി കർത്താവില് ഏറ്റുപറഞ്ഞ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തന്നെത്താൻ കഴുകി എന്ത് ചെയ്യണം, സ്വർഗത്തില് ദൈവത്തെ വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ നമ്മുടെ മേൽ ഒരു സ്വരം കേൾക്കും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ സമയത്തിലെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സിം കാർഡ് ഇൻസേർട്ട് ചെയ്യുക. ഏതാ സിം കാർഡ്? എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ മിങ്കിൾ ചെയ്യുന്നൊരു ആ സ്വരം എനിക്ക് ഇവിടുന്ന് കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം, എനിക്ക് ദൈവം പറയുന്നത് കേൾക്കാം, സ്വർഗത്തിലെ പ്രൊവിഷൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശു അറിഞ്ഞ അതേ സ്വരത്തില്, അതല്ല അതിലും അധികം എന്നാ യേശു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവപ്രവൃത്തികളെ കുറിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കും. ആ ഒരു ആത്മാവിനെ ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. താങ്ക് യു ലോർഡ്. അതിന്റെ 17ാമത്തെ വാക്യം ഇങ്ങനെ പറയാണ്, കൃപയും സത്യവും ക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യേശുവല്ലാതെ. പക്ഷെ കൃപയും സത്യവും യേശു മുഖാന്തരം ഭൂമിയിലേക്ക് വന്നു. റമന ശിഖറബബ. അതിന്റെ 14ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അവൻ പിതാവിന്റെ തേജസ്സിനെ ഈ ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. സോ യു നോ ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്താണെന്നറിയാമോ? നമ്മൾ ഒരുപാട് കാര്യം ചെയ്യുന്നത് ദൈവത്തിന് ഞൊടിയിടയിൽ അത് നമ്മളെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് പോലെ ഒരു ഞൊടിയിടയിൽ ചെയ്യാൻ പറ്റൂ. വിശ്വസിക്കുന്നു, ഒരു ഞൊടിയിടയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, ഒരു കൊല്ലമെടുത്ത് എല്ലാ പരീക്ഷയ്ക്കും 100-ൽ 100 മാർക്ക് വാങ്ങി സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നത് എന്റെ മോനി കർത്താവ് ഒരു രാത്രി കൊണ്ട് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് പറഞ്ഞപ്പോ അത് അതുപോലെ സംഭവിച്ചു. സ്കൂളിൽ ടോപ്പസ്റ്റ് ആയിട്ട് മാർക്ക് വാങ്ങിയ 10 കുട്ടികളുടെ കൂട്ടത്തിൽ സോഷ്യൽ സ്റ്റഡീസിന് അവനും ഉണ്ടായിരുന്നു 100-ൽ 97 മാർക്ക്. ദൈവത്തിന് ഒരു ഞൊടിയിടയിൽ മതി. റമനാഷ് അത്ഭുതം എന്ന് പറയട്ടെ, നമുക്ക് എന്ത് നമ്മൾ ആത്മാവിൽ കൽപ്പിച്ച് നേടിയാലും അതൊരു പ്രവാചകൻ കാണുമ്പോൾ ഇല്ലേ നമ്മളോട് പറയുകയും ചെയ്യും. അല്ലേ ബ്രദറെ, അല്ലേ റിച്ചി ബ്രദറെ? അങ്ങനെ നമുക്ക് അനുഭവമില്ലേ? നമ്മൾ എന്ത് കർത്താവിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, അതൊരു പ്രോഫറ്റിന്റെ മുന്നിൽ ഇരുന്നാ നമ്മൾ പറയും. ഞാൻ ഇവിടെ വന്ന സമയത്ത്, ഇവിടെ ടിജോ തോമസ് എന്ന് പറയുന്ന പാസ്റ്റർ അടുത്ത് പോയ സമയത്ത് എൻ്റെ അടുത്ത് പാസ്റ്റർ പറയുകയാണെ, നിന്റെ ഈ കൊച്ച് ഒരുപാട് നാള് പലരും പരിശ്രമിച്ച് എഴുതിയെടുക്കുന്ന പരീക്ഷകള് ഈസി ആയിട്ട് ഒറ്റ സമയം കൊണ്ട് എഴുതിയെടുക്കും. ഇതെങ്ങനെയാണെന്നറിയോ പ്രവാചകൻ പറയുന്നത്? നമുക്ക് ആദ്യ കർത്താവുമായിട്ടൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകണം. ആ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകുമ്പോഴാ അത് ദൂതായി നമുക്ക് വെളിപ്പെടുന്നത്. താങ്ക് ഗോഡ്, താങ്ക് യു ഫാദർ. ഒത്തിരി ടെസ്റ്റിമണി ഉണ്ട്. എൻ്റെ മോനൊന്ന് US പഠിക്കുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഒരു അർഹതയില്ല അതിനെപ്പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ. ഈ ടെസ്റ്റിമണി പറഞ്ഞു കഴിഞ്ഞാലില്ലേ എൻ്റെ സമയം പോകുന്നത് കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇനി വരുന്ന ഏതെങ്കിലും മീറ്റിങ്ങുകളിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. റമന ഷീഖാറബ ഒത്തിരി ടെസ്റ്റിമണീസ് ഉണ്ട്. എൻ്റെ മോനൊന്ന് US പഠിക്കുന്നു. അവിടെ ഓറൽ റോബർട്ട് എന്ന് പറയുന്ന വലിയൊരു ദേവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവോ? പലർക്കും അറിയാം. ഓറൽ റോബർട്ട് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ, രാജ്യങ്ങളെ കീഴടക്കിയ, കുലുക്കിയ ഒരു ബെന്നിഹിൻ, ബെർണാഡ് ബ്ലെസ്സിംഗ് എന്നൊക്കെ പറയുന്ന ദേവദാസന്മാർക്ക് അനോയിന്റിങ് പകർന്ന ഒരു ദേവദാസന്റെ
കോളേജാ അത്. ആ കോളേജിൽ എന്നോട് കർത്താവ് ഇടപെട്ടപ്പോ ഞാൻ ആ കോളേജിന്റെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയത്തെ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാതെ, അർഹത നോക്കാതെ, എങ്ങനെയാണെന്നറിയത്തില്ല, എന്റെ മോനെ അവിടെ കൊണ്ടുപോയി ദൈവം അവിടെ നിന്ന് അഡ്മിഷൻ എടുത്തു, അവിടെ പഠിക്കുവാനിട വന്ന്. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം സാധാരണ ദൈവമല്ല, അസാധാരണമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവമാ. ഞാൻ ഒരു ഉദാഹരണവും കൂടി പറയാം. അഹരോന്റെ ഒരു വടി ഒരു വലിയ ഒരു ബദാം വൃക്ഷമായി മാറണമെങ്കിൽ എത്രയോ വർഷങ്ങൾ ടൈം എടുക്കും. അതൊരു പൂത്ത് കായായി അതിനകത്ത് ഫ്ലറിഷായ ഒരു മരമായി മാറണമെങ്കിൽ. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ആലയത്തിന്റെ നടുവിലേക്ക് ആ വടി കൊണ്ടുവച്ചപ്പോ ഒറ്റ രാത്രി കൊണ്ട് ആ വടി തളിർത്തു, പൂത്തു, ഫലം കഴിച്ചു. പ്രൈസ് ഗോഡ്. ഞാനും പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഓരോരുത്തരും സേവിക്കുന്ന ദൈവം അസാധാരണമായ ശക്തി വഹിക്കുന്ന ദൈവമാ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോ ശൂന്യതയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശക്തിയുള്ള ദൈവമാ. മരുഭൂമിയിൽ അവൻ നീരൊഴുക്കും, നിർജ്ജന പ്രദേശത്ത് കർത്താവെ അവൻ നീരൊഴുക്കുണ്ടാക്കുന്ന ദൈവമാ. വഴികൾ ഉണ്ടാക്കും, നിർജ്ജന ആരും കടന്നു പോകാത്ത ശൂന്യ പ്രദേശങ്ങളിൽ അവൻ നീരൊഴുക്കും വഴിയും ഉണ്ടാക്കുന്ന ദൈവമാ. അവന്റെ കണ്ണിൽ ഒന്നും ഈ ഭൂമിയിൽ അസാധ്യമല്ല. എന്തുകൊണ്ട് അസാധ്യമല്ലാത്തത്? ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ദൈവം എന്നെ ഒന്നുകൂടി പഠിപ്പിച്ച റെവല്യൂഷൻ, പരിശുദ്ധാത്മാവ് വളരെ വെളിപ്പാടോടുകൂടി എന്നോട് ഇടപെടുകയായിരുന്നു. വചനത്തിനുള്ള വെളിപ്പാടോടുകൂടി ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കർത്താവ് എന്നോട് പറയായിരുന്നു, എന്തുകൊണ്ടാ ഭൂമിയിൽ സകലവും ഒന്നും ദൈവത്തിന് അസാധ്യമല്ലാത്തത്? കർത്താവ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാറുണ്ട്, ആ വണ്ടി ഹുണ്ടായിയുടെ ഒരു വണ്ടിയാ. എന്നോട് പറഞ്ഞു, ഈ ഹുണ്ടായിയുടെ വണ്ടി ഉണ്ടാക്കിയ ഒരാള് ചിലപ്പം എന്താ പറയാ, ഒരു ആ വണ്ടിയുടെ എല്ലാ സെറ്റപ്പും ആ ഉണ്ടാക്കിയ കമ്പനിക്ക് അറിയത്തില്ലേ? അതിൻ്റെ അകത്തുള്ള ഓരോ ഈച്ച് ആൻഡ് എവറി സെറ്റപ്പ്, അതിലുള്ള ഓരോ പാർട്സ്, അതിനകത്തുള്ള ഓരോന്നിന്റെ ഫങ്ഷൻ, അത് എങ്ങനെയായിരിക്കുന്നു, അതിന്റെ എല്ലാ മെക്കാനിക്കൽ ആൻഡ് സയന്റിഫിക് കാര്യങ്ങളും ആ കാർ ഉണ്ടാക്കിയ വ്യക്തിക്ക് അറിയത്തില്ലേ? നാളെ അതിനകത്ത് ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യുന്നതിന് പകരം ആ വ്യക്തിക്ക് ആ കാർ അത് മുഴുവൻ ഉണ്ടാക്കാൻ സാധിക്കത്തില്ലേ? അല്ലേ? ആ കാറ് വേണമെങ്കിൽ പുതിയൊരു കാർ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ലേ? ഞാൻ ആ കമ്പനിയിൽ പോയി, ആ വ്യക്തി പറയാം, എന്ത് ഞാൻ റിപ്പയർ ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാൻ പുതിയത് തന്നെ ഉണ്ടാക്കി തരാം. ആ വ്യക്തിക്ക് സാധിക്കത്തില്ലേ പുതിയതാക്കി തരാൻ, പുതിയതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ? അപ്പൊ എന്നോട് കർത്താവ് പറയായിരുന്നു, 6 ദിവസം കൊണ്ട് ആ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത്, മൊത്തം ഉണ്ടാക്കിയത്, ഭൂമിയിലുള്ള സകല സാധനം ഉണ്ടാക്കിയത്. മനുഷ്യനെ ഉണ്ടാക്കിയത് ഒരു ഫ്രാക്ഷൻ, അതിന്റെ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ അല്ലേ? ചെറിയൊരു ദൈവത്തിന്റെ സമയത്തിന്റെ അടുത്ത് നമ്മളെ സമയമൊക്കെ ഒരു എത്രയോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഉള്ളൂ ദൈവത്തിന്റെ സമയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. 6 ദിവസം കൊണ്ടാ ദൈവം ഭൂമിയും പ്രപഞ്ചവും സകലതും ഉണ്ടാക്കിയത്, 6 ദിവസം കൊണ്ടാ. എന്നാൽ മനുഷ്യനുണ്ടാക്കാൻ വളരെ ചെറിയൊരു സമയം ദൈവം എടുത്തിട്ടുണ്ട്. എന്നോട് കർത്താവ് പറയാം, നിന്നെ മൊത്തമായിട്ട് അങ്ങ് പണിത് തരാനില്ലേ, 2 ആക്കി ഉണ്ടാക്കി തരണമെങ്കിൽ ദൈവത്തിന് ഈ സമയം മതിയെന്ന്. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മളെ ഉള്ളിലുള്ള അവയവത്തെ പുതിയായിട്ട് പണിതെടുക്കാൻ, നമ്മുടെ കണ്ണിന് കാഴ്ച തരാൻ, നമ്മളെ ഇന്റേണൽ ഓർഗൻസിനെ പുതിയത് വെപ്പിച്ചു തരാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാ ശൂന്യതയിൽ നിന്ന്. ദൈവം ഇതൊക്കെ മണ്ണിൽ നിന്ന് ദൈവം ഉണ്ടാക്കി തന്നതാ. നമ്മളെ ഈ മണ്ണിലേക്ക് കാല് വെച്ച് നിൽക്കുമ്പോഴല്ലേ മരം ഒരു വൃക്ഷം നട്ടതുപോലെ, മരം പോലെ മണ്ണിലേക്ക് കാല് നമ്മളെ ഉണ്ടാക്കിയ സാധനമാണ് നിലത്തിരിക്കുന്നത്, പൊടി. ആ പൊടിയില്ല നമ്മളെ ഉണ്ടാക്കിയത്. ദൈവത്തിന് ആ പൊടിയിൽ നിൽക്കുമ്പോൾ വീണ്ടും പൊടിയൊന്നും വേണ്ട, ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ റിപ്പയറിങ്ങും നടത്താൻ. എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ട് ലഗ്യോൻ ഭൂതം ബാധിച്ചവന്റെ ആ ദേശത്തിലേക്ക് ദേശം അങ്ങ് തൊട്ടപ്പോ തന്നെ ആള് ശുദ്ധനായി. പ്രൈസ് ഗാഡ്. താങ്ക് യു ലോർഡ്. എത്ര പേര് ദൈവ സാന്നിധ്യം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്? ഞാൻ ഷെയർ ചെയ്യുന്ന വചനം കർത്താവിന്റെ വചനമാ. എനിക്കറിയാം അതിൽ അസാധാരണമായ സിദ്ധി, അസാധാരണമായ ഹീലിംഗ് പവർ, അസാധാരണമായ ദൈവശക്തി, മെഷർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിയേറ്റിംഗ് പവർ, മിറക്കിൾ ആൻഡ് വണ്ടർ വർക്കിംഗ് പവർ ആ വചനത്തിനുള്ളിലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്, ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ മെസ്സേജ് പറയാ, കുറച്ച് സമയം 20 മിനിറ്റ് അധികം എടുത്തുപോയി. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടണമേ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരം വെളിപ്പെടണമേ അപ്പ. ദൈവമേ, അസാധാരണമായത് വെളിപ്പെടണമേ. ഇതിനകത്തുനിന്ന് ഡയബറ്റിക് ഇംബാലൻസ് ആയി ബുദ്ധിമുട്ടുന്ന ഒരു സിസ്റ്ററെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഡയബറ്റിക് ഇംബാലൻസ് ഉള്ള ഒരു വ്യക്തിയെ ദൈവം സൗഖ്യമാക്കുന്നു. റമന ശിഖര ബരബര, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഒരു മുഴ
അപ്രത്യക്ഷമാകുന്നു. യേശുവിന്റെ നാമത്തില് പുറത്തുള്ള ഒരു മുഴ, ബാക്ക് സൈഡിലുള്ള ഒരു മുഴ യേശുവിന്റെ നാമത്തില് റമന ശിഖറ ബാബാബ അപ്രത്യക്ഷമാകുന്നു. ഫൈബ്രോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. റമന ശിഖറ ബാബാബ ഫൈബ്രോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. റമന ശിഖറ ബരബര. ലൗലി എന്ന് പറയുന്ന സിസ്റ്ററെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ലൗലി ജെയിംസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ഒരു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് സംതിങ് ദൈവം കാണിക്കുന്നു. സിസ്റ്റർ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? റമന ശിഖറ ബാബാബ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നേഴ്സിംഗിന് പഠിക്കുന്നുണ്ടോ? ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ടോ? ഇൻ ദ നെയിം ഓഫ് ജീസസ്. റമന ശിഖറ ബാബാബ. നേഴ്സിംഗിന് പഠിക്കുന്നുണ്ടോ ആരെങ്കിലും? താങ്ക് യു ലോർഡ്. ചെയ്യുന്നുണ്ടോ? റമന ശിഖറ ബാബാബ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ മെഡിസിൻ ഫീൽഡുമായിട്ട് ദൈവം ഒരു റമന ശിഖ ഒരു വഴി, ദൈവമേ എനിക്കറിയത്തില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. മെഡിക്കൽ ഫീൽഡിലുള്ള പ്രൊഫഷൻസ്, മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള പ്രൊഫഷൻസ് യേശുവിന്റെ നാമത്തിൽ എഫദ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ റമന ശിഖ റാബാബാബ. യേശുവിന്റെ രക്തത്താൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ഒരു തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുന്നു. റമന ശിഖറ ബാബാബ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തില് റമന റിഖറലല കറബ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ അത്ഭുതകരം വെളിപ്പെടണമേ. റമന റീഖ ബാബ ഷഖ റീര രാര ഖാലാമന. യേശുവിന്റെ രക്തം ജയ. പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോണുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. പ്രിയ ജോയ് സിസ്റ്ററെ, ടെസ്റ്റിമണി എടുത്തോ. ഐ ആം ഷുവർ എനിക്ക് വോയിസ് മെസ്സേജ് ചെയ്യണം. ഹീലിംഗ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. പാൻക്രിയാസ് സ്റ്റോണുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുത സൗഖ്യം ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. രക്തത്തിലുള്ള തൈറോക്സിൻ റമന ശിഖറബ, തൈറോയിഡുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ റമന ശിഖറബാബ. എനിക്ക് ആലിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ കാണിക്കുന്നു. ഇതിനകത്ത് ഡിവൈസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാ. റമന ശിഖ. ഒരു കുഞ്ഞുങ്ങളെ ഭാവി എന്താകും എന്ന് ആലോചിച്ച് ആരും അറിയാതെ കരഞ്ഞ് കണ്ണുനീർ വാർക്കുന്ന ഒരു അമ്മയുടെ പ്രശ്നത്തിന്മേല് ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഇന്റെ നെയിം പരിശുദ്ധാത്മാവ്, ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവ്, അനുവാദമില്ലാത്ത പ്രവർത്തിക്കുന്നത്, പുറപ്പെട്ടു ചെന്ന് പ്രവർത്തിക്കുന്ന ദൈവാത്മാവ് തലമുറയെ തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അതൊരു അസാധാരണ ടെസ്റ്റിമണിയായി മാറും. പരിശുദ്ധാത്മാവെ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം. പ്രിയ ദേവദാസിയെ, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണമേ കർത്താവെ. വചനം വായിച്ചു തന്ന ബ്രദറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ, കുടുംബത്തെയും ദൈവം സഹായിക്കണമേ കർത്താവ്. ഇതിൽ ദൈവവേല ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ പ്രിയ ഭൃത്യന്മാരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കാലുകൾ എത്ര മനോഹര കർത്താവെ. കർത്താവെ സകലതും കർത്താവ് അവരെ ഫോളോ ചെയ്യുവാൻ ഇടവരണമേ. നന്മയും കരുണയും സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും എല്ലാ കർത്തൃദാസന്മാർക്കും കുടുംബത്തിലും കർത്താവെ അങ്ങ് പകരുവാനിടവരണമേ. യേശുവെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു.